ഹലോ, വെൽക്കം ടു അണസ്റ്റ് അക്കാദമി. 2024 ഡിസംബർ 16 ചേർന്ന കമ്മീഷൻ യോഗ തീരുമാനത്തിൽ ഒരു 15 പോയിന്റുകൾ പറയുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും അത് കണ്ടിട്ടുണ്ടാവും. അതിൽ ടെക്നിക്കൽ എക്സാമുകൾ എഴുതുന്നവർക്ക്, പ്രത്യേകിച്ച് ഇലക്ട്രോണിക്സിന്റെ ടെക്നിക്കൽ എക്സാം എഴുതുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത എന്നോണം അതിലൊരു 10ാമത്തെ പോയിന്റ് ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പൊതുമരാമത്ത് ഇലക്ട്രോണിക്സ് വിംഗ് വകുപ്പിൽ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ഇലക്ട്രോണിക്സ് അഥവാ ഓവർസിയർ ഗ്രേഡ് 1 ഇലക്ട്രോണിക്സ് എന്ന തസ്തികയുടെ ജനറൽ റിക്രൂട്ട്മെന്റ് സംസ്ഥാന തലത്തിലുള്ള നോട്ടിഫിക്കേഷൻ അടുത്ത് തന്നെ ഉണ്ടാവും എന്നുള്ളതാണ് അതിൽ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ 28/12/2021 ഡിസംബർ 28-നായിരുന്നു ഈ എക്സാമിനേഷൻ ലാസ്റ്റ് PSC നടത്തിയിട്ടുണ്ടായിരുന്നത്. 92/100/2019 എന്ന കാറ്റഗറി നമ്പറിലായിരുന്നു അന്ന് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ എക്സാമിനേഷൻ കഴിഞ്ഞ് അതിന്റെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുള്ളത് 9/3/2023 മാർച്ച് 9, 2023 3 വർഷത്തെ കാലാവധി ഉണ്ട് ഈ ലിസ്റ്റിന്. അപ്പൊ ഇതുവരെയായിട്ട് 13 അഡ്വൈസുകൾ പോയിട്ടുണ്ട്. പക്ഷെ എന്തായാലും നോട്ടിഫിക്കേഷൻ വരുമെന്ന് PSC അറിയിച്ച സ്ഥിതിക്ക് എത്രയും വേഗം നോട്ടിഫിക്കേഷൻ വരുമെന്ന് തന്നെ നമ്മൾക്ക് എക്സ്പെക്ട് ചെയ്യാം. നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാന്ന് പറഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ടൈം നഷ്ടമാവും. കാരണം എല്ലാവരും ഇപ്പോൾ പഴയ പോലെ അല്ല, പരമാവധി ടെക്നിക്കൽ എക്സാമുകളൊക്കെ എഴുതുന്ന ആളുകളാണ് ഇപ്പോൾ ഉള്ളവരെല്ലാവരും തന്നെ. അപ്പം അതുകൊണ്ട് നോട്ടിഫിക്കേഷൻ വന്നു തുടങ്ങുന്നതിനേക്കാളും നല്ലത് നോട്ടിഫിക്കേഷൻ വരുമെന്ന് അറിഞ്ഞ സ്ഥിതിക്ക് നേരത്തെ തന്നെ നമ്മളുടെ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം നമുക്ക് ലാസ്റ്റ് നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ കയ്യിലുണ്ട്, അതിന്റെ സിലബസ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പം നമുക്കിനി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ ബാക്കി നമുക്ക് എക്സാമിന് ഒരു 3 മാസം മുമ്പ് നമ്മളുടെ കൺഫർമേഷൻ വരുന്ന സമയത്ത് സിലബസ് കിട്ടുമല്ലോ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ നമുക്ക് പഠിക്കാൻ വല്ല ടോപ്പിക് ഉണ്ടെങ്കിൽ അപ്പം നമുക്ക് വേണമെങ്കിൽ അത് ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്യാം. അപ്പം നമ്മൾക്ക് എന്തായാലും ഇലക്ട്രോണിക്സ് വിങ്ങിന്റെ ഒരു എക്സാമിനേഷൻ പറയുന്ന സമയത്ത് സ്ഥിരമായിട്ടുള്ള കുറേ ടോപ്പിക്കുകൾ ഉണ്ടാവും അല്ലെ. ഇലക്ട്രോണിക്സിന്റെ കുറേ സ്ഥിരമായിട്ടുള്ള ടോപ്പിക്കുകൾ ഉണ്ടാവും. അതൊന്നും എന്തായാലും മാറാനായിട്ട് പോകുന്നില്ല. അപ്പം അങ്ങനെയുള്ള ടോപ്പിക്സ് ഒക്കെ നമുക്ക് എന്തായാലും പഠിച്ചുകൊണ്ട് പോവാം. മാക്സിമം നമ്മൾക്ക് സിലബസ് കവർ ചെയ്യാം. പക്ഷെ എന്തായാലും സിലബസിൽ വ്യത്യാസം വരും. അപ്പൊ ആ സമയത്ത് സപ്പോസ് വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ഗുണമാണ്. വന്നെങ്കിൽ ആ എക്സ്ട്രാ വരുന്ന ടോപ്പിക്കുകളെല്ലാം തന്നെ നിങ്ങളുടെ എക്സാം ആവുന്നതിന് മുമ്പ് തന്നെ നമുക്ക് പഠിച്ചു തീർക്കാം. അപ്പൊ ഏണസ്റ്റ് അക്കാദമി അതിന്റെ കോച്ചിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. അപ്പൊ നമുക്ക് അതിന്റെ ഒരു ചെറിയ ഡെമോ ക്ലാസ് കാണാം. അപ്പൊ അതിന് മുമ്പായിട്ട് കഴിഞ്ഞ തവണത്തെ നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ടും കഴിഞ്ഞ തവണ എങ്ങനെയായിരുന്നു കട്ട് ഓഫ് വന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ബ്രീഫ് ആയിട്ടുള്ളൊരു ഐഡിയ ഞാൻ നിങ്ങൾക്ക് തരാം. അപ്പൊ നമ്മൾക്ക് ഇനി വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ ഇതാണ്. എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ബാർ ഓവർസിയർ ഗ്രേഡ് 1 ഇലക്ട്രോണിക്സ് പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെന്റിൽ ഉള്ള ഇലക്ട്രോണിക്സ് വിങ്ങിലാണ് ഈ ഒരു പോസ്റ്റ് ഉള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അപ്പോൾ ലാസ്റ്റ് ടൈം ഇതിന്റെ കാറ്റഗറി നമ്പർ ലാസ്റ്റ് ടൈം നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഇങ്ങനെയാണ്. 192/2019 ആണ് കാറ്റഗറി നമ്പർ വന്നിട്ടുണ്ടായിരുന്നത്. സ്കെയിൽ ഓഫ് പേ 39,000 to 83,000 വരെയുള്ള ഒരു സ്കെയിൽ പേ നമുക്ക് ഇവിടെ പ്രതീക്ഷിക്കാം. പിന്നെ ലാസ്റ്റ് ടൈം വന്ന നോട്ടിഫിക്കേഷനിലാകെ ഒരൊറ്റ വാക്കൻസി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഒരു വാക്കൻസി മാത്രമേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എന്നിട്ട് 13 അഡ്വൈസ് പോയിട്ടുണ്ടായിരുന്നു. പിന്നെയും ഇപ്പൊ കാലാവധി തീർന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയും അതിന്റെ അഡ്വൈസുകളുടെ എണ്ണം കൂടാനാണ് സാധ്യത. ഏജ് ലിമിറ്റ് 18 to 36 പിന്നെ ഏജ് റിലാക്സേഷൻ ഉള്ളവർക്ക് അതിൻ്റെതായിട്ടുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ട്. അതായത് ഇപ്പോൾ OBC-കാർക്കാണെങ്കിൽ 3 വർഷത്തെ ഉണ്ട്. SC/ST-കാർക്കാണെന്നുണ്ടെങ്കിൽ വിഡോസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ അതിനനുസരിച്ചുള്ള ഏജ് റിലാക്സേഷൻ ഏതൊരു നോട്ടിഫിക്കേഷനിലുള്ള പോലെ ഇതിനും. അപ്പൊ ഇതിന്റെ മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്ന SSLC, അതിന്റെ കൂടെ തന്നെ താഴെ തന്നിരിക്കുന്ന ഏതെങ്കിലും ഒരു ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ വേണമെന്നാണ്. അത് ഡിപ്ലോമ ഇൻ റേഡിയോ എഞ്ചിനീയറിംഗ്, ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ്, ഡിപ്ലോമ ഇൻ റേഡിയോ സർവീസിംഗ് ആൻഡ് മെയിൻ്റനൻസ്. അപ്പോൾ ഒരു മിനിമം ക്വാളിഫിക്കേഷൻ SSLC പ്ലസ് ഒരു ഡിപ്ലോമ ഉള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ഇലക്ട്രോണിക്സ് ഡിപ്ലോമ ഉള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. BTech ഉള്ള ആളുകൾക്കും ഇത് ചെയ്യാവുന്നതാണ് ഹയർ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിന്റെ നോട്ടിഫിക്കേഷൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ എക്സാം നടന്നിട്ടുണ്ടായിരുന്നത് 28/12/2021 ഇതില് നമ്മളുടെ റാങ്ക് ലിസ്റ്റ് വന്നത് 9/3/2023 അതിന്റെ കട്ട് ഓഫ് 62.67 ആയിരുന്നു. അപ്പൊ അതിൽ ടോട്ടൽ അഡ്വൈസ് 13 ഇതുവരെ പോയിട്ടുണ്ട്. പിന്നെ മെയിൻ ലിസ്റ്റിൽ 20 പേരായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അതിൽ ഏറ്റവും ടോപ്പ് റാങ്ക് കിട്ടിയിട്ടുള്ള ആള്, 1ാം റാങ്ക് കിട്ടിയിട്ടുള്ള ആൾക്ക് കിട്ടിയിട്ടുള്ള മാർക്ക്, ഈ എക്സാം എഴുതി കിട്ടിയിട്ടുള്ള മാർക്ക് 70.67 അവർക്ക് ഒരു ഇന്റർവ്യൂ കൂടെ ഉണ്ട്. ആ ഇന്റർവ്യൂ കൂടെ ചേർത്തിട്ട് ആൾക്ക് കിട്ടിയിട്ടുള്ള മാർക്ക് 83.67
ഈ 20ാമത്തെ റാങ്ക് കിട്ടിയിട്ടുള്ള ആളുടെ മാർക്ക് എന്ന് പറയുന്നത് 62, കട്ട് ഓഫ് അതായിരുന്നു 62.67 ആണ്. അവർക്ക് ഇന്റർവ്യൂ കൂടെ ചേർത്തിട്ട് അവർക്ക് കിട്ടിയിട്ടുള്ള മാർക്ക് 76.67 ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കട്ട് ഓഫും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ലാസ്റ്റ് ടൈം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് അഡ്വൈസിന്റെ ഡീറ്റെയിൽസ്. അപ്പോൾ ഇതിപ്പോൾ മൊത്തം 13 അഡ്വൈസ് പോയിട്ടുണ്ട്. ഓക്കെ, ലാസ്റ്റ് അഡ്വൈസ് പോയിട്ടുള്ളത് 14/11/2024 അപ്പോൾ ഇതൊക്കെ ഓരോ കാറ്റഗറിയിലും എവിടം വരെ റാങ്കുകൾ എടുത്തു എന്നുള്ളതാണ് താഴെ തന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഈ എക്സാമിനേഷൻ നോട്ടിഫിക്കേഷൻ വരുന്ന PSCനെ അറിയിച്ച സ്ഥിതിക്ക് അടുത്ത തന്നെ നോട്ടിഫിക്കേഷൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാമല്ലോ. അപ്പോൾ നമുക്ക് എന്തായാലും അതിൽ നിന്ന് ലാസ്റ്റ് ടൈം ഈ റെക്ടിഫയർ എന്നുള്ള പോർഷൻ എന്ന് പറയുന്നത് ഏതൊരു ഇലക്ട്രോണിക്സ് എക്സാം എടുത്താലും അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഒരു ചോദ്യം കമ്പൽസറി നമുക്ക് പ്രതീക്ഷിക്കാം. ഈ റെക്ടിഫയർ എന്തായാലും ഒരു ചോദ്യം ഉണ്ടാവും, അല്ലെങ്കിൽ 2 ചോദ്യം നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് റെക്ടിഫയർ എന്ന് പറഞ്ഞ ടോപ്പിക്ക് പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടം വരാൻ പോകുന്നില്ല. അപ്പോൾ ലാസ്റ്റ് ടൈമും റെക്ടിഫയേഴ്സ് ചോദിച്ചിട്ടുണ്ട്. റെക്ടിഫയറിന്റെ സിലബസിൽ ഇങ്ങനെയായിരുന്നു നമ്മുടെ ആ സിലബസ് 192/2019 എന്ന കാറ്റഗറി നമ്പറിൽ ഉണ്ടായിരുന്നതിന്റെ സിലബസ് ഇതായിരുന്നു. റെക്ടിഫയർ ഇൻട്രൊഡക്ഷൻ, ക്ലാസിഫിക്കേഷൻ ഓഫ് റെക്ടിഫയേഴ്സ്, ഹാഫ് വേ റെക്ടിഫയർ, ഫുൾ വേ റെക്ടിഫയർ, ബ്രിഡ്ജ് റെക്ടിഫയർ, ഇതായിരുന്നു റെക്ടിഫയറിൽ അന്ന് കൊടുത്തിട്ടുണ്ടായിരുന്ന ടോപ്പിക്. അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ ക്ലാസ് ആണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. നോക്കാം. റെക്ടിഫയർ എന്താണ്? റെക്ടിഫയർ എന്ന് പറയുന്നത്, റെക്ടിഫയർ എന്താണെന്ന് PSC ചോദിച്ചിട്ടുണ്ട്. അതായത് ഒരു AC to DC ആക്കി മാറ്റുന്ന ആ ഉപകരണം ഏതാണ് എന്നൊക്കെ പറഞ്ഞുള്ള ചോദ്യം വന്നിട്ടുണ്ട്. അതുപോലെ റെക്ടിഫയറിനെ കുറിച്ചിട്ട് ഒന്നുകിൽ റെക്ടിഫയറിനെ കുറിച്ച് ഡയറക്റ്റ് ആയിട്ട്, അതായത് ചെറിയ എക്സാമുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചോദിക്കാം. കുറച്ച് കട്ടിയുള്ള ഒരു എക്സാമിനേഷൻ ആണെന്നുണ്ടെങ്കിൽ അതിൽ ഫുൾ വേ റെക്ടിഫയറിനെ കുറിച്ചിട്ടും, അതിൽ പ്രത്യേകിച്ച് ബ്രിഡ്ജ് റെക്ടിഫയർ കേരള PSCന്റെ ഇഷ്ടപ്പെട്ട ഇതാണ്. അതിന്റെ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ഉണ്ട്. ഏത് സമയം നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലും മിക്കവാറും ഈ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ പറയുന്ന ഫുൾ വേ റെക്ടിഫയറിന്റെ ഈ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്. ഫുൾ വേ റെക്ടിഫയർ 2 ഉണ്ട്. അതിൽ ബ്രിഡ്ജ് റെക്ടിഫയറിന്റെ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അത് എല്ലാവരും തെറ്റിക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട് എപ്പോഴും ആ ഒരു സംഭവം ചോദിക്കാറുണ്ട്. അപ്പൊ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു വരായിരുന്നു. ഓക്കെ, അപ്പൊ റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ എന്താ? റെക്ടിഫയർ ഈസ് എൻ ഇലക്ട്രോണിക് കോമ്പണന്റ് ദാറ്റ് കൺവേർട്സ് ഓൾട്ടർനേറ്റീവ് കറന്റ് ഇൻടു ഡയറക്ട് കറന്റ്. റെക്ടിഫയർ എന്ന് പറയുന്ന ഒരു ഇലക്ട്രോണിക് കോമ്പണന്റ് ആണ്. അത് എന്ത് ചെയ്യും? ഓൾട്ടർനേറ്റിംഗ് കറന്റിനെ ഡയറക്ട് കറന്റ് ആക്കിയിട്ട് മാറ്റും. AC ഇൻടു DC ആക്കി മാറ്റുന്നു. എൻഷുറിംഗ് എ യൂണിഡയറക്ഷൻ ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജ്. ഇലക്ട്രിക് ചാർജിന്റെ യൂണിഡയറക്ഷൻ ഫ്ലോ അത് എൻഷുർ ചെയ്യുകയും ചെയ്യുന്നുണ്ട് അല്ലെ. റെക്ടിഫയർ ഉണ്ടാക്കുന്നത് തന്നെ ആരിനെ കൊണ്ടാണ്? ഡയോഡിനെ കൊണ്ടാണ്. ഡയോഡിന്റെ പണി എന്താ? യൂണിഡയറക്ഷൻ ഫ്ലോ ഓഫ് കറണ്ട് ആണ് ഡയോഡിന്റെ പണി എന്ന് പറയുന്നത്. ഒരു ഡയറക്ഷനിൽ കൂടെ മാത്രമേ കറണ്ട് പോകുള്ളൂ അല്ലെ. ആ സംഭവം എൻഷുർ ചെയ്യാൻ കൂടെ ചെയ്യുന്നുണ്ട് റെക്ടിഫയർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം ഇലക്ട്രിസിറ്റി റീച്ചസ് അവർ ഹോംസ് ഫ്രം പവർ ഗ്രിഡ്സ് ഇൻ ദ ഫോം ഓഫ് AC അല്ലെ. നമുക്കറിയാം നമ്മുടെ വീട്ടിലേക്ക് എത്തുന്നത് ആക്ച്വലി കറണ്ട് AC ആയിട്ടാണ് നമുക്ക് ഇലക്ട്രിസിറ്റി എത്തുന്നത്. പക്ഷെ നമ്മുടെ ഒരുവിധപ്പെട്ട എല്ലാ ഇലക്ട്രിക് അപ്ലയൻസസ്, അത് മൊബൈൽ ഫോൺ ആയാലും ശരി, കമ്പ്യൂട്ടർ ആയാലും ശരി, TV ആയാലും ശരി, ഫ്രിഡ്ജ് ആയാലും ശരി, ഇതൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നത് AC-ലല്ല, അത് DC-യിലാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്തായാലും ഈ വരുന്ന AC DC ആക്കിയിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ കൺവേർട്ട് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ആളാണ് ആര്? ഈ പറയുന്ന റെക്ടിഫയർ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ റെക്ടിഫയർ എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അല്ലെ. അപ്പൊ വാട്ട് ആർ റെക്ടിഫയേഴ്സ്? നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇനി അതിനെ കുറിച്ചിട്ട് പഠിക്കാം. Rectifiers are the electronic devices or circuits that convert alternating current into DC. അല്ലെ, AC DC ആക്കി മാറ്റുന്നു റെക്ടിഫയർ. ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്നത് പീരിയോഡിക്കലി ചേഞ്ചസ് ഡയറക്ഷൻ അല്ലെ. ഒരിക്കൽ നമുക്ക് അത് പോസിറ്റീവ് സൈക്കിൾ കിട്ടിയ അടുത്ത ഡയറക്ഷൻ നമുക്ക് നെഗറ്റീവ് സൈക്കിൾ കിട്ടും, പിന്നെ അത് പോസിറ്റീവ് സൈക്കിൾ ആവും അല്ലെ. അപ്പൊ ഇങ്ങനെ ഡയറക്ഷൻ പീരിയോഡിക്കലായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് ഈ പറയുന്ന ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്നത്. പക്ഷെ ഡയറക്റ്റ് കറണ്ട് എന്ന് പറയുന്നതോ വിച്ച് ഫ്ലോസ് കൺസിസ്റ്റന്റ്ലി ഇൻ വൺ ഡയറക്ഷൻ. AC എന്ന് പറയുന്നത് ഇങ്ങനെയാണെങ്കിൽ DC എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ മാത്രമേ അത് എന്ത് ചെയ്യുന്നുണ്ടാവുള്ളൂ? ഫ്ലോ ചെയ്യുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ഈ പറയുന്ന 2 ഡയറക്ഷനിൽ പോകുന്നതിന് ഒരു ഡയറക്ഷൻ ആക്കുന്നതിന് വേണ്ടി കൺവേർട്ട് ചെയ്യുന്ന ആളാണ് ആര്? റെക്ടിഫയേഴ്സ് എന്ന് പറയുന്നത് അല്ലെ. ഇങ്ങനെ മുകളിൽ കാണുന്ന AC എന്താക്കി മാറ്റുന്നു? അത് DC ആക്കിയിട്ട് മാറ്റുന്നു. ഓക്കെ, rectifiers are crucial in many electronic applications where a steady DC flow voltage is required. ഒരു steady DC voltage നമുക്ക് ആവശ്യമായിട്ടുള്ള ഏതൊരു ഇലക്ട്രോണിക് ആപ്ലിക്കേഷനിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് റെക്ടിഫയർ എന്ന് പറയുന്നത്. Most rectifiers use PN junction diode to convert AC to DC. അപ്പോൾ ഒരുവിധം എല്ലാ റെക്ടിഫയേഴ്സിലും നമ്മൾ ഈ പറയുന്ന AC-നെ DC ആക്കി മാറ്റുന്നത് PN junction ഡയോഡിന്റെ സഹായത്തോടു കൂടിയാണ്. പക്ഷെ ചില കൈൻഡ് ഓഫ് മെറ്റീരിയൽസ് ആസ് വെൽ as such as semiconductor materials like silicon carbide അല്ലെങ്കിൽ specialized semiconductor devices like thyristors, metal oxide, semiconductor field effect transistors, ഇതൊക്കെ
നമ്മൾക്ക് യൂസ് ചെയ്തിട്ടും റെക്ടിഫയർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ സാധാരണ നമ്മൾ സെമി കണ്ടക്ടർ യൂസ് ചെയ്യുന്നതിന് പകരം ഈ പറയുന്ന സിലിക്കൺ കാർബൈഡ് പോലെയുള്ള അതും മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്തിട്ടൊക്കെ ചെയ്യാറുണ്ട് ഈ പറയുന്ന റെക്ടിഫയർ. ഓക്കെ, ഹൗ ഡസ് റെക്ടിഫയർ വർക്ക്? എങ്ങനെയാണ് ഈ പറയുന്ന റെക്ടിഫയർ വർക്ക് ചെയ്യുന്നത്? റെക്ടിഫയർ എന്ന് പറയുന്ന ഒരു ഇലക്ട്രിക്കൽ ഡിവൈസ് ആണ് വിച്ച് ഈസ് യൂസ് ടു കൺവേർട്ട് AC കറന്റ് ടു DC കറന്റ് എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ റെക്ടിഫയർ ഡസ് ദിസ് പ്രോസസ് ബൈ അലോയിങ് കറന്റ് ടു ഫ്ലോ ത്രൂ എനി ഡിവൈസ് ആൻഡ് ദ പ്രോസസ് ടേക്കിംഗ് പ്ലേസ് ഹിയർ ഈസ് കോൾഡ് റെക്ടിഫിക്കേഷൻ. റെക്ടിഫയർ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അലോയിങ് കറന്റ് ടു ഫ്ലോ ത്രൂ എനി ഡിവൈസ്, ഈ പറയുന്ന കറണ്ടിനെ ഫ്ലോ ചെയ്യിക്കുന്നുണ്ട്. ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് റെക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്, which is allowing current to flow through any device, and that process is called in the rectification എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റെക്ടിഫയർ വർക്ക്സ് ബൈ യൂസിങ് ഡയോഡ്സ്. ഡയോഡ് യൂസ് ചെയ്തിട്ടാണ് റെക്ടിഫയർ ഉണ്ടാക്കുന്നത്, വിച്ച് ആർ ലൈക്ക് വൺ വേ വാൽവ്സ് ഫോർ ഇലക്ട്രിസിറ്റി. അത് നമ്മൾ പറഞ്ഞു, ഒരു ഡയറക്ഷനിൽ മാത്രമേ, അത് വൺ വേ വാൽവ് എന്ന് പറയുമ്പോൾ ആ വാൽവ് ആ ഒരു ഡയറക്ഷനിൽ മാത്രമേ തുറക്കുള്ളൂ, തിരിച്ച് അവിടെ കറണ്ട് പോകാനുള്ള പോസിബിലിറ്റി ഇല്ല. അതായത് യൂണിഡയറക്ഷൻ ഫ്ലോ കറണ്ടിനെ അത് എൻഷുർ ചെയ്യുന്നതാണ് ഈ പറയുന്ന റെക്ടിഫയർ എന്ന് പറയുന്നത്. ഓക്കെ, പറഞ്ഞ കാര്യങ്ങൾ വേറൊരു രീതിയിൽ പറയുകയാണേ. അപ്പോൾ റെക്ടിഫയർ ക്യാൻ ടേക്ക് 1 or more ഡയോഡ്സ്. അപ്പോൾ ഒന്നിൽ ഒരു ഡയോഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒന്നിലധികം ഡയോഡ് നമ്മൾക്ക് യൂസ് ചെയ്തിട്ടും റെക്ടിഫയർ നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ടു കൺവേർട്ട് ദ പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഓഫ് ദ AC ഇൻപുട്സ് ഇൻടു നമുക്ക് DC ഔട്ട്പുട്ട്സ് ആക്കി നമുക്ക് മാറ്റാനായിട്ട് പറ്റും. Rectifier generates a DC voltage by rectifying any one cycle of the AC supply, and the reverse operation of this above process is called inverter. അപ്പോൾ ഈ പറഞ്ഞ റെക്ടിഫയർ എന്ത് ചെയ്യും? ഒരു DC വോൾട്ടേജിന് അത് ജനറേറ്റ് ചെയ്യുക ചെയ്യണം അല്ലേ. ഒരു DC വോൾട്ടേജിനെ എങ്ങനെ ജനറേറ്റ് ചെയ്യുന്നു? ബൈ റെക്ടിഫൈങ് വൺ സൈക്കിൾ ഓഫ് ദ AC സപ്ലൈ. ഒരു AC സപ്ലൈൻ്റെ ഒരു സൈക്കിളിന് അല്ലെ, അത് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആണെന്നുണ്ടെങ്കിൽ അടുത്ത നെഗറ്റീവ് ഹാഫ് സൈക്കിളിന് എന്താക്കി മാറ്റാണ്? ഒന്നുകിൽ ആ സാധനത്തിന് കട്ട് ചെയ്യും, ഇല്ലെന്നുണ്ടെങ്കിൽ ആ പറയുന്ന സൈക്കിളിന് എന്ത് ചെയ്യും? പോസിറ്റീവ് ആക്കി മാറ്റും. ഓക്കെ, അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് വഴിയെ നമ്മൾ പറയാം. അപ്പോൾ അങ്ങനെ ഒക്കെ ഒരേ ഡയറക്ഷൻ, ഒക്കെ പോസിറ്റീവ് സൈക്കിൾ മാത്രമാക്കി മാറ്റാൻ ആര് നമ്മളെ സഹായിക്കുന്നുണ്ട്? റെക്ടിഫയർ സഹായിക്കുന്നുണ്ട്. പക്ഷെ തിരിച്ചും വർക്ക് വരാം. ഈ AC DC ആക്കി മാറ്റുന്നു പറയുന്ന പോലെ തന്നെ നമുക്ക് DC യെ AC ആക്കിയിട്ടുള്ള കൺവേർഷൻ ഉണ്ട്. അതിനുവേണ്ടി സഹായിക്കുന്ന ആളാണ് ആര്? ഇൻവെർട്ടർ എന്ന് പറയുന്നത്. ആൻഡ് ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഇൻവേർഷൻ. ഓക്കെ, AC യെ DC ആക്കുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് റെക്ടിഫിക്കേഷൻ. അതിന് സഹായിക്കുന്നത് റെക്ടിഫയർ. തിരിച്ച് DC AC ആക്കണമെന്നുണ്ടെങ്കിൽ അത് ആരാണ്? ഇൻവേർഷൻ എന്നാണ് ആ പ്രോസസ്സിനെ പറയാ. അതിനെ സഹായിക്കുന്ന ആളാണ് ഇൻവെർട്ടർ. ഇനി നമുക്ക് റെക്ടിഫയർ സർക്യൂട്ടുകളെ കുറിച്ച് നോക്കാം. റെക്ടിഫയർ സർക്യൂട്ട്സിനെ കുറിച്ച് പറയുന്ന സമയത്ത് rectifier circuits, it plays a vital role in DC power supplies for converting AC signal into DC signal. അത് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതാണ് അല്ലേ. അപ്പോൾ PN ജംഗ്ഷൻ ഡയോഡിന് ഒത്തിരി അപ്ലിക്കേഷൻസ് ഉണ്ട്. ആൻഡ് റെക്ടിഫയർ സർക്യൂട്ട്സ് എന്ന് പറയുന്നത് ഈ ഡയോഡിൻ്റെ ഒരു അപ്ലിക്കേഷൻ കൂടിയാണ് അല്ലേ. നമ്മളിപ്പോൾ ട്രാൻസിസ്റ്റർ ഒരു ആപ്ലിക്കേഷനാണ് ആംപ്ലിഫിക്കേഷൻ എന്നൊക്കെ പറയുന്ന പോലെ അത് സ്വിച്ച് ആയിട്ടും ആക്റ്റീവ് അല്ലേ. അതുപോലെ ഡയോഡിൻ്റെ ഒരു പ്രധാനപ്പെട്ട അപ്ലിക്കേഷൻ ആണ് ഈ റെക്ടിഫയർ സർക്യൂട്ടായിട്ട് നമുക്ക് അതിന് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ ഇൻ സിമ്പിൾ വേർഡ്സ് നമുക്ക് പറയാം, ഇലക്ട്രോണിക് സർക്യൂട്ട് വിച്ച് പെർഫോംസ് റെക്ടിഫിക്കേഷൻ ഈസ് കോൾഡ് റെക്ടിഫയർ സർക്യൂട്ട്. അതായത് റെക്ടിഫിക്കേഷൻ പറഞ്ഞ പ്രോസസ്സ് ചെയ്യാൻ സഹായിക്കുന്ന ആ ഒരു പർട്ടിക്കുലർ ഡിവൈസ് ആണ് റെക്ടിഫയർ എന്ന് പറയുന്നത്. ബൈ യൂസിങ് ദിസ് സർക്യൂട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇലക്ട്രിക്കൽ സിഗ്നലുകളെ നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, AC ടു DC ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ടൈപ്സ് ഓഫ് റെക്ടിഫയേഴ്സ് പറയുമ്പോൾ ദർ ആർ വേരിയസ് ടൈപ്സ് ഓഫ് റെക്ടിഫയേഴ്സ്. ഒത്തിരി റെക്ടിഫയേഴ്സ് ഉണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കൺട്രോൾഡ് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി ഉണ്ട്. നമുക്ക് അത്രയും ഭാഗത്തേക്ക് പോകേണ്ട കാര്യമില്ല. ബേസിക് ആയിട്ട് നമുക്ക് ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉള്ള ആ ഒരു ഏരിയ മാത്രമാണ് നമ്മൾ നോക്കുന്നത്. അതിൽ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് 2 റെക്ടിഫയേഴ്സ് പഠിക്കാനുള്ളൂ. അത് നോക്കാം. അപ്പോൾ സം ഓഫ് ദീസ് റെക്ടിഫയേഴ്സ് പറയുമ്പോൾ ആദ്യത്തെ ആളാണ് ആര്? ഹാഫ് വേവ് റെക്ടിഫയർ എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് സിമ്പിൾ ടൈപ്പ് ഓഫ് റെക്ടിഫയർ. നമ്മൾ പറഞ്ഞില്ലേ, ഒരു ഡയോഡോ അല്ലെങ്കിൽ ഒന്നിലധികം ഡയോഡോ യൂസ് ചെയ്തിട്ട് നമുക്ക് റെക്ടിഫയർ ഉണ്ടാക്കാൻ പറ്റും. അല്ല, ഒരൊറ്റ ഡയോഡ് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന റെക്ടിഫയർ ആണ് ആരെന്ന് പറയുന്നത്? ഹാഫ് വേവ് റെക്ടിഫയർ എന്ന് പറയുന്നത്. ഇവിടെ ഒരു സിംഗിൾ ഡയോഡാണ് യൂസ് ചെയ്യുന്നത് ടു അലോ കറന്റ് ടു ഫ്ലോ ഇൻ ഓൺലി വൺ ഡയറക്ഷൻ ഡ്യൂറിങ് 1/2 സൈക്കിൾ ഓഫ് ദ AC വേവ് ഫോം. നമുക്കപ്പോൾ AC വേവ് ഫോം ഇങ്ങനെയാണല്ലോ നമ്മുടെ AC വേവ് ഫോം ഇൻപുട്ടിൽ വരാം. അപ്പോൾ ഈ പറയുന്ന AC വേവ് ഫോമിന് ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിളിന്റെ സമയത്ത് മാത്രം, ബാക്കിയുള്ളൊക്കെ കട്ട് ചെയ്ത് പോകും. അങ്ങനെ ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ മാത്രം നമ്മൾ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾക്ക് ഔട്ട്പുട്ട് DC കിട്ടും. അപ്പോൾ ഈ പറയുന്ന AC നമുക്ക് ഇങ്ങനെ ഔട്ട്പുട്ട് DC ആക്കി മാറ്റാൻ പറ്റും. അപ്പോൾ ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്നതിന് മുഴുവൻ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നില്ല. അത് ഇതിൻ്റെ ഒരു പ്രശ്നമാണ്.
കാരണം എ സി ഇങ്ങനെ പോസിറ്റീവ്, അപ്പൊ ഈ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് അതൊക്കെ കട്ട് ചെയ്ത് പോകുന്നുണ്ടേ അതിന്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നില്ലല്ലോ. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എഫിഷ്യൻസി കുറവായിരിക്കും ഇതിന്. പക്ഷെ ഇങ്ങനെയും നമുക്ക് റെക്ടിഫയർ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. റെക്ടിഫിക്കേഷൻ ഈ പറഞ്ഞ ഹാഫ് വേവ് റെക്ടിഫയർ യൂസ് ചെയ്തിട്ടും ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇതിന് ഈ പേര് തന്നെ വരുന്നത്. കാരണം ഒരു വേവ് പറയുമ്പോൾ ഒരു പോസിറ്റീവും വേണം ഒരു നെഗറ്റീവും വേണം അല്ലെ. അപ്പൊ ഇതിൽ പോസിറ്റീവ് മാത്രമേ കിട്ടുള്ളൂ, ബാക്കി പകുതി പോവാ. അതുകൊണ്ടാണ് ഹാഫ് വേവ് മാത്രം നമുക്ക് കിട്ടുന്നുള്ളൂ. അതുകൊണ്ടാണ് ഹാഫ് വേവ് റെക്ടിഫയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് സിംഗിൾ ഡയോഡാണ്. ടു അലോ ദ കറന്റ് ഫ്ലോ ഇൻ ഓൺലി വൺ ഡയറക്ഷൻ ഡ്യൂറിംഗ് വൺ ഹാഫ് സൈക്കിൾ ഓഫ് ദ എ സി വേവ്. ഒരു ഹാഫ് സൈക്കിളിൽ ഒരു ഡയറക്ഷനിൽ നമുക്ക് അങ്ങനെ വൺ ഡയറക്ഷനിൽ മാത്രമായിട്ട് കറണ്ടിനെ നമുക്ക് അലോ ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് റിലേറ്റീവ്ലി എന്താണ് കുറേ. റിലേറ്റീവ്ലി പറയുമ്പോൾ എന്തിനെ റിലേറ്റ് ചെയ്തിട്ട്, കാരണം ഹാഫ് വേവ് റെക്ടിഫയർ പോലെ തന്നെ ഫുൾ വേവ് റെക്ടിഫയർ ഉണ്ട്. അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഫുൾ വേവ് റെക്ടിഫയറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് എന്താണ് എഫിഷ്യൻസി റിലേറ്റീവ്ലി എന്താണ് കുറവാണ്. ഓക്കെ, അപ്പൊ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ആ ഫിഗറും മറ്റുള്ള കാര്യം വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. അടുത്തത് ഫുൾ വേവ് റെക്ടിഫയർ. അപ്പൊ രണ്ടെണ്ണമാണ് ഉള്ളത്, ഒന്ന് ഹാഫ് വേവ് റെക്ടിഫയർ, രണ്ടാമത്തെ ഫുൾ വേവ് റെക്ടിഫയർ. ഫുൾ വേവ് റെക്ടിഫയറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 2 ഡയോഡ് നമുക്ക് യൂസ് ചെയ്യാം, 4 ഡയോഡ് യൂസ് ചെയ്യുന്നതുണ്ട്. അപ്പൊ ഇതിൽ ഒന്നിലധികം ഡയോഡ് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം ഫുൾ വേവ് റെക്ടിഫയറിൽ ടു റെക്ടിഫൈ ബോത്ത് ഹാഫ്സ് ഓഫ് ദ എ സി വേവ്. അപ്പൊ എ സി വേവ് ഫോമിലെ 2 ഹാഫ്സ് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, പോസിറ്റീവ് എടുക്കാം നെഗറ്റീവ് എടുക്കാം. കാരണം പോസിറ്റീവ് എടുത്താൽ ഒരു ഡയറക്ഷൻ നെഗറ്റീവിനെ തിരിച്ച് പോസിറ്റീവ് ഡയറക്ഷൻ ആക്കും, ഈ പോസിറ്റീവ് ഒരു ഡയറക്ഷൻ നെഗറ്റീവിനെ തിരിച്ച് പോസിറ്റീവ് ഡയറക്ഷൻ ആക്കും. അപ്പൊ അങ്ങനെ എല്ലാ ഹാഫ് സൈക്കിളും നമുക്ക് എന്ത് കിട്ടും, ഔട്ട്പുട്ട് കിട്ടും. അതാണ് ഈ പറയുന്ന ഫുൾ വേവ് എന്ന് പറയുന്നത്. കാരണം ആ ഫുൾ വേവ് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ യൂട്ടിലൈസസ് 2 ഡയോഡ്സ് റെക്ടിഫൈ ബോത്ത് ഹാഫ്സ് ഓഫ് ദ എ സി വേവ്. അപ്പം ഇംപ്രൂവ്ഡ് എഫിഷ്യൻസി ആണ് ഹാഫ് വേവ് റെക്ടിഫയറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. കാരണം അതിൽ പകുതിയേ കിട്ടുന്നുള്ളൂ, ഇവിടെ നമുക്ക് അതിനേക്കാളും കൂടുതൽ കിട്ടുന്നുണ്ടല്ലോ അല്ലെ. അപ്പൊ അതുകൊണ്ട് അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എഫിഷ്യൻസി കുറച്ച് കൂടുതലാണ് ഫുൾ വേവ് റെക്ടിഫയർ. അപ്പൊ ഫുൾ വേവ് റെക്ടിഫയർ 2 ടൈപ്പ് ഉണ്ട്. നമുക്ക് 2 ഡയോഡ് വെച്ച് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് സെന്റർ ടാപ്ഡ് ഫുൾ വേവ് റെക്ടിഫയർ എന്ന് പറയുന്നത്. നമുക്ക് 4 വെച്ചിട്ട് നമ്മൾക്ക് ഈ പറയുന്ന ഫുൾ വേവ് റെക്ടിഫയർ ഉണ്ടാക്കാൻ പറ്റും, 4 ഡയോഡ് വെച്ചിട്ട്. അതിന് പറയുന്ന പേരാണ് ബ്രിഡ്ജ് റെക്ടിഫയർ എന്ന് പറയുന്നത്. അപ്പൊ സെന്റർ ടാപ്ഡ് റെക്ടിഫയറിന്റെ വേറെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു സെന്റർ ടാപ്ഡ് ട്രാൻസ്ഫോമർ ഒക്കെ നമുക്ക് യൂസ് ചെയ്യണം. സെന്റർ ടാപ്ഡ് ട്രാൻസ്ഫോമർ ഒക്കെ വാങ്ങിക്കുക എന്ന് പറയുമ്പോൾ ഇത്തിരി റേറ്റ് കൂടുതലാണ്, അത് കുറച്ചുകൂടെ റേറ്റ് കൂടുതലാണ്. പക്ഷെ ബ്രിഡ്ജ് റെക്ടിഫയർ വരുമ്പോൾ ഡയോഡ് മാത്രം മതി, വേറെ ഒന്നും വേണ്ട. അപ്പൊ ഡയോഡ് മാത്രമാകുമ്പോൾ നമുക്ക് കമ്പാരിറ്റീവ്ലി സെന്റർ ടാപ്പിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആരാണ്, ബ്രിഡ്ജ് റെക്ടിഫയർ ആണ്, എക്കണോമിക്കലാണ് അല്ലെ. അപ്പോൾ ബ്രിഡ്ജ് റെക്ടിഫയറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഒരു 4 ഡയോഡ് ഒരു ബ്രിഡ്ജ് കോൺഫിഗറേഷനിൽ അത് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കവിടെ സെന്റർ ടാപ്പ് ട്രാൻസ്ഫോമർ ആവശ്യം വരുന്നില്ല. അതാണ് അതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അതുകൊണ്ട് സെന്റർ ടാപ്പിനേക്കാളും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന ആരാണ്, ബ്രിഡ്ജ് റെക്ടിഫയർ ആണ് കേട്ടോ. എ ടൈപ്പ് ഓഫ് ഫുൾ വേവ് റെക്ടിഫയർ ദാറ്റ് യൂസസ് 4 ഡയോഡ്സ് ഇൻ എ ബ്രിഡ്ജ് കോൺഫിഗറേഷൻ. ഒരു ബ്രിഡ്ജ് കോൺഫിഗറേഷനിൽ 4 ഡയോഡ്സ് നമ്മളിവിടെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. സെന്റർ ടാപ്പിൽ ഫുൾ വേവ് റെക്ടിഫയറിനെ വെച്ച് നമുക്ക് കുറച്ച് എഫിഷ്യന്റ് ആയിട്ടുള്ള ആളാണ് ബ്രിഡ്ജ് റെക്ടിഫയർ എന്ന് പറയുന്നത്. കോമൺലി നമ്മൾ പവർ സപ്ലൈസിലും ഇലക്ട്രോണിക് ഡിവൈസസിലൊക്കെ നമ്മൾ ഈ പറയുന്ന ബ്രിഡ്ജ് റെക്ടിഫയർ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ കേരള PSന്റെ ഇഷ്ടപ്പെട്ട ചോദ്യമാണ് ബ്രിഡ്ജ് റെക്ടിഫയറിനെ കുറിച്ചുള്ള ചോദ്യമാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇനി ഹാഫ് വേവ് റെക്ടിഫയറിനെ കുറിച്ച് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. ഹാഫ് വേവ് റെക്ടിഫയർ ഇറ്റ് ഈസ് ഈസി ടു കൺസ്ട്രക്ട്. നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ കുറച്ച് എളുപ്പമാണ് ഈ പറയുന്ന ഹാഫ് വേവ് റെക്ടിഫയർ എന്ന് പറയുന്നത്. സിമിലർ ടു റെക്ടിഫയർ ഹാഫ് വേവ് rectifier is used to convert AC signal into DC signal by passing through negative or positive half cycle. നമ്മൾക്ക് AC DC ആക്കി മാറ്റാനായിട്ട് പറ്റും. ഒരേ ഒരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ വേവ് റെക്ടിഫയറിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ച് എഫിഷ്യൻസി കുറവാണ്. സിമ്പിൾ വേർഡ്സ് നമുക്ക് പറയാം, ഹാഫ് വേവ് റെക്ടിഫയർ എന്ന് പറയുന്നത് പ്രൊഡ്യൂസസ് പ്യൂർലി പോസിറ്റീവ് ബൈ അവോയ്ഡിങ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾസ്. നമ്മൾ തൊട്ട് മുമ്പ് ഞാൻ ചിത്രം വരച്ചില്ലേ, അതിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ മാത്രമേ കിട്ടുന്നുള്ളൂ, നെഗറ്റീവിനെ മൊത്തം അവരെന്ത് ചെയ്യണം, അവോയ്ഡ് ചെയ്യണം. പക്ഷേ ഫുൾ വേവ് റെക്ടിഫയറിന്റെ കേസ് എടുക്കുന്ന സമയത്ത് നെഗറ്റീവ് ഹാഫ് സൈക്കിളും നമ്മളവിടെ എടുക്കുന്നുണ്ട്, പക്ഷെ അതിന് ഡയറക്ഷൻ മാറ്റിയിട്ട് പോസിറ്റീവ് ആക്കിയിട്ടാണ് നമ്മളവിടെ എടുക്കുന്നത് അല്ലെ. എഫിഷ്യൻസി ഓഫ് ഹാഫ് വേവ് റെക്ടിഫയർ എന്ന് പറയുന്നത് 40.5% ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻ കേട്ടോ. PSCയിൽ ചോദിച്ചിട്ടുണ്ട് ഹാഫ് വേവ് റെക്ടിഫയറിന്റെ എഫിഷ്യൻസി നമുക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ 40.5% അത് ഫുൾ വേവിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. ഫുൾ വേവ് ആകുമ്പോൾ ഇതിന്റെ ഇരട്ടി നമുക്ക് എഫിഷ്യന്റ് ആയിരിക്കും, കാരണം നമുക്ക് ഇരട്ടി വേവ്സ് അവിടെ കിട്ടുന്നുണ്ടല്ലോ അല്ലെ. അപ്പോൾ ഹാഫ് വേവ് റെക്ടിഫയർ ഇങ്ങനെയാണ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യുക. അപ്പോൾ അതിനൊരു ഡയോഡ് വേണം, അങ്ങനെ ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിന്റെ ഒക്കെ സഹായത്തോടുകൂടി ഇതാണ് അതിന്റെ ചിത്രം എന്ന് പറയുന്നത്. ഒരു ഡയോഡ് ഉണ്ട്, ഒരു ലോഡ് ഉണ്ട്, അപ്പോൾ ഇവിടെ ഒരു AC സപ്ലൈ നമ്മൾ കൊടുക്കുന്നുണ്ട്, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു വേവ് ഫോം വരുന്നു. അപ്പോൾ അതിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഡയോഡ് അല്ലേ, ഇത് പോസിറ്റീവ് ഇത് നെഗറ്റീവ് ആണല്ലോ. അപ്പോൾ ഇത് ഫോർവേഡ് ബയസ്ഡ് ആണ്. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ ഫോർവേഡ് ബയസ്ഡ് ആവുന്ന സമയത്ത് ഇങ്ങനെയാണ് നമുക്ക് വരുന്ന ഇൻപുട്ട്. ഇതാണ് നമ്മുടെ വരുന്ന ഇൻപുട്ട് അല്ലെ. അപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആവുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇത് ഫോർവേഡ് ബയസ്ഡ് ആവും. ഫോർവേഡ് ബയസ്ഡ് ആവുന്ന സമയത്ത് നമുക്കറിയാം ഡയോഡിന്റെ കാര്യം എന്താണെന്നുള്ളത് അല്ലെ. എന്ത് പറ്റും, അതിൽ കൂടെ കറണ്ട് ഫ്ലോ സംഭവിക്കും. അപ്പോൾ നമുക്ക് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എന്ത് സംഭവിക്കും, നമുക്ക് അവിടെ ഒരു ഔട്ട്പുട്ട് കിട്ടും.
ഓക്കെ, ഈ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എടുക്കുന്ന സമയത്ത് ഡയോഡ് എന്താവും? റിവേഴ്സ് ബയസ്ഡ് ആണ്. ഡയോഡ് റിവേഴ്സ് ബയസ് ആകുമ്പോൾ നമുക്ക് അവിടെ ഔട്ട്പുട്ട് കിട്ടില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് നെഗറ്റീവ് ഹാഫ് സൈക്കിളിന്റെ സമയത്ത് നമുക്ക് ഇവിടെ ഔട്ട്പുട്ട് കിട്ടാത്തത്. വീണ്ടും അടുത്ത സെറ്റിൽ വീണ്ടും പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്നു, നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നു. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന ഔട്ട്പുട്ട് കിട്ടുന്നില്ല. പിന്നെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന ഔട്ട്പുട്ട് കിട്ടുന്നു. അങ്ങനെയാണ് ഇതിന്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് ഫുൾ വേവ് നമുക്ക് അവിടെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇത് എഫിഷ്യൻസി കുറച്ച് കുറവായിട്ട് പോകുന്നത്. വർക്കിംഗ് എഫ് നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇൻപുട്ട് സിഗ്നൽ എന്ന് പറയുന്നത് നമ്മൾ ട്രാൻസ്ഫോമറിലേക്ക് കൊടുക്കുന്ന സമയത്ത് വിച്ച് റെഡ്യൂസസ് വോൾട്ടേജ് ലെവൽസ് റെഡ്യൂസ് ചെയ്യുന്നു. ഔട്ട്പുട്ട് ഫ്രം ദ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നതാണ് നമ്മൾ ഈ പറഞ്ഞ ഡയോഡിലേക്ക് കൊടുക്കുന്നത് അല്ലേ. ആ ട്രാൻസ്ഫോമർ അവിടെ കണ്ടില്ലേ, ഈ ട്രാൻസ്ഫോമറിൽ നിന്നാണ് ഈ പറയുന്ന ഡയോഡിലേക്ക് പോകുന്നത് അല്ലേ. അതാണ് ഈ ഒരു സ്ട്രക്ചറാണ് റെക്ടിഫയർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ദിസ് ഡയോഡ് ഗോസ് ഓൺ ഫോർ പോസിറ്റീവ് ഹാഫ് സൈക്കിൾസ് ഓഫ് ഇൻപുട്ട് സിഗ്നൽ. നമ്മളിവിടെ കൊടുക്കുന്ന സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആയതുകൊണ്ടാണ് ഈ പറയുന്ന വോൾട്ടേജ് ലെവൽ അവിടെ റെഡ്യൂസ് ചെയ്യണമെന്ന് പറയുന്നത്. പിന്നെ എന്താ വെച്ചാൽ നമുക്ക് വരുന്നത് 230 വോൾട്ട് ഒക്കെ ആയിരിക്കുമല്ലോ നമ്മളുടെ, അതായത് വരുന്നത് 230 വോൾട്ട് ആയിരിക്കില്ല, വരുന്നത് വലിയ വോൾട്ടേജ് ആയിരിക്കും. നമുക്ക് അത്രയും വേണ്ട, നമ്മുടെ വീട്ടിലേക്ക് 230 വോൾട്ട് ആണല്ലോ ആക്ച്വലി സപ്ലൈ വേണ്ടത്. അപ്പൊ അത്രയും ചെറുതാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ട്രാൻസ്ഫോമറിന്റെ അടുത്തേക്ക് വരുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു ഡിവൈസ് വർക്ക് ചെയ്യാൻ നമുക്ക് അത്രയും വോൾട്ടേജ് വേണ്ടി വരില്ല. ചിലപ്പോൾ 15 വോൾട്ട് ഒക്കെ മതിയെന്നുണ്ടെങ്കിലേ ഈ പറയുന്ന സാധനത്തിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന 230 വോൾട്ടിന് പിന്നെ നമ്മൾ കുറയ്ക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ നമ്മൾ ആദ്യം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ യൂസ് ചെയ്തിട്ട് വോൾട്ടേജ് ലെവൽ ആദ്യം കുറയ്ക്കും, എന്നിട്ടാണ് അത് ഡയോഡിലേക്ക് കൊടുക്കുന്നത്. ഡയോഡ് അല്ലാണ്ട് വലിയ വോൾട്ടേജ് ഒന്നും വർക്ക് ചെയ്യില്ലല്ലോ. അപ്പൊ നമുക്ക് ഡയോഡ് ഓൺ ആവുന്നതിന് വേണ്ടിയിട്ട് ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഓഫ് ഇൻപുട്ട്, ഈ ഇൻപുട്ട് സിഗ്നൽ വരുന്ന സമയത്ത് അതിന്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ എന്ത് സംഭവിക്കും? ഡയോഡ് എന്ന് പറയുന്നത് ഓൺ ആവും. അപ്പൊ ഹെൻസ് എ കറന്റ് ഫ്ലോസ് ഇൻ ദ സർക്യൂട്ട് ആൻഡ് ദർ വിൽ ബി വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ദ ലോഡ് റെസിസ്റ്റർ. അപ്പൊ ഇവിടെ കറന്റ് ഫ്ലോ എന്ന് പറയുന്നത് ആ സർക്യൂട്ടിൽ കൂടെ, അതായത് ഫോർവേഡ് ബയസ്ഡ് ആകുമ്പോൾ നമ്മളിപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഇവിടെ വന്നു. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഇവിടെ വന്ന സമയത്ത് പോസിറ്റീവ് ഹാഫ് സൈക്കിളിന്റെ സമയത്ത് എന്ത് സംഭവിക്കും? ഈ പറയുന്ന ഡയോഡ് എന്ന് പറയുന്നത് ഫോർവേഡ് ബയസ്ഡ് ആകുമ്പോൾ ഇതിൽ കൂടെ കറണ്ട് ഫ്ലോ ഉണ്ടാവും അല്ലെ. കറണ്ട് ഫ്ലോ ഉണ്ടാകുമ്പോൾ ഇവിടെ ആരുണ്ട്? ഈ കറണ്ട് ഫ്ലോ ഉണ്ടാകുന്ന സമയത്ത് ഇവിടെ ആരുണ്ട്? നമ്മുടെ ഒരു റെസിസ്റ്റർ അവിടെ കിടക്കുന്നുണ്ട് അല്ലെ. ആ പറയുന്ന റെസിസ്റ്റർ അക്രോസ് എന്തുണ്ടാവും? ഇതിന് കറസ്പോണ്ടിങ് ഉള്ള ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. ഓക്കെ, ശരിക്കും ആ വോൾട്ടേജ് ആണ് നമ്മൾ എന്ത് പറയുന്നത്? ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് ആയിട്ട് വരുന്നത് അല്ലെ. അപ്പോൾ ഇങ്ങനെ ആ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ലോഡ് റെസിസ്റ്റർ നമുക്ക് കിട്ടും. അപ്പൊ അതാണ് നമുക്ക് ആ വേവ് ഫോം ആയിട്ട് കിട്ടുക. ഓക്കെ, അപ്പൊ ഇത് ഡയോഡ് അതുപോലെ തന്നെ കണ്ടക്ട് ചെയ്യില്ല. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഈ പറയുന്ന ഡയോഡ് എന്ന് പറയുന്നത് എന്ത് ചെയ്യില്ല? കണ്ടക്ട് ചെയ്യില്ല. ഹെൻസ് ദ ഔട്ട്പുട്ട് ഫോർ നെഗറ്റീവ് ഹാഫ് സൈക്കിൾസ് എന്ന് പറയുന്നത് ID is equal to 0 ആൻഡ് VOT is equal to 0. കാരണം ഇതിൽ കൂടെ കറണ്ട് പോകുന്നില്ല പറഞ്ഞാൽ പിന്നെ അതിൽ കൂടെ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആകുന്ന സമയത്ത് എന്ത് സംഭവിക്കും? പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആകുന്ന സമയത്ത് നമ്മുടെ ഡയോഡ് കണ്ടക്ട് ചെയ്യും അല്ലെ. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആകുമ്പോൾ ഡയോഡ് കണ്ടക്ട് ചെയ്യും. ഡയോഡ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് അതിൽ കൂടെ കറണ്ട് പോകും. അപ്പോൾ സ്വാഭാവികമായിട്ട് റെസിസ്റ്ററിന് അക്രോസ് ഒരു വോൾട്ടേജ് ഡ്രോപ്പ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. അതാണ് ഈ പറയുന്ന ഫസ്റ്റ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ നമുക്ക് കിട്ടുന്നത്. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആകുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഡയോഡ് കണ്ടക്ട് ചെയ്യില്ല, റിവേഴ്സ് ബയസ് ആയിരിക്കുമല്ലോ. മറ്റേത് ഫോർവേഡ് ബയസ്ഡ് ആയിരിക്കും. അപ്പൊ ഇത് റിവേഴ്സ് ബയസ് ആവും. അപ്പൊ ഡയോഡ് കണ്ടക്ട് ചെയ്യില്ല. ഡയോഡ് നോട്ട് കണ്ടക്ട് ആണ് അല്ലെ. ഡയോഡ് കണ്ടക്ട് ചെയ്യില്ല. കണ്ടക്ട് ചെയ്യാണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൽ കൂടെ കറണ്ട് 0 ആയിരിക്കും. കറണ്ട് 0 ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൽ കൂടെയുള്ള വോൾട്ടേജ് ഡ്രോപ്പും 0 ആയിരിക്കും. അപ്പൊ ഇതാണ് ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിൾ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എന്ന് പറയുന്ന സമയത്ത് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ എന്ത് സംഭവിക്കും? ഡയോഡ് കണ്ടക്ട് ചെയ്ത് അതിനടുക്രോസ് ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവുന്നു. അപ്പൊ അതിന് കറസ്പോണ്ടിങ് നമുക്കൊരു വേവ് ഫോം കിട്ടും. പക്ഷെ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ നമുക്ക് ഒന്നും കിട്ടില്ല. ഓക്കെ, അതാണ് നമ്മൾ മുമ്പ് പറഞ്ഞത്. ആ പറഞ്ഞതിന് ഇപ്പൊ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞാൽ അത് എന്താണ് കറക്റ്റ് ആയിട്ട് നടക്കണം എന്നുള്ളത് ഇപ്പോഴാണ് ഇതിൽ ഇങ്ങനെയാണ് നടക്കുക എന്നുള്ളത്. ഹെൻസ് ഔട്ട്പുട്ട് ഈസ് പ്രസന്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തിലേ ഉണ്ടാവുള്ളൂ? പോസിറ്റീവ് ഹാഫ് സൈക്കിൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അവിടെ ഈ പറഞ്ഞ റിവേഴ്സ് അതായത് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ നമുക്കൊന്നും ഔട്ട്പുട്ട് കിട്ടില്ല. ഇവിടെ നമ്മൾ റിവേഴ്സ് ലീക്കേജ് കറണ്ടൊക്കെ നെഗ്ലക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു പൾസേറ്റിംഗ് ആണ് വിച്ച് ഇസ് ടേക്കൺ അക്രോസ് ദ ലോഡ് റെസിസ്റ്റർ. നമുക്കിപ്പോ ഈ ലോഡ് റെസിസ്റ്ററിന് അക്രോസ് കിട്ടുന്ന ആ ഒരു വോൾട്ടേജ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? പൾസേറ്റിംഗ്. നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് പൾസേറ്റിംഗ് ആണ്. അപ്പോഴും DC ആവില്ല കേട്ടോ. DC ആവില്ല. ഇങ്ങനെ നമുക്ക് കിട്ടുന്നേ ഉള്ളൂ. ഇത് DC ആവുക പറഞ്ഞാൽ ഇങ്ങനെയാണ് DC ആവേണ്ടത്. ഇതാവണമെന്നുണ്ടെങ്കിൽ ഈ റെക്ടിഫയർ എന്നുള്ളത് പിന്നെയും വേറെ കുറച്ച് ഡിവൈസുകളുടെ സഹായത്തോടു കൂടിയാണ്, ഫിൽറ്ററും മറ്റുള്ളതൊക്കെ നമുക്ക് വേണം. വോൾട്ടേജ് റെഗുലേറ്ററിന്റെ ഒക്കെ സഹായത്തോടുകൂടിയാണ് പിന്നീട് നമുക്ക് കറക്റ്റ് DC ആക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ തൽക്കാലം എങ്ങനെയാണ് DCന്റെ ആ ഒരു പൾസേറ്റിംഗ് DC ആയിട്ട് കിട്ടുക എന്നുള്ളതാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അതിന്റെ വേവ് ഫോം ഓഫ് ഹാഫ് റെക്ടിഫയറിന്റെ വേവ് ഫോം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇങ്ങനെയാണ് വരിക അല്ലെ, നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഇത് ഇങ്ങനെയാണ്. അതിന്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് വരെ അത് എന്ത് ചെയ്യും? അതിങ്ങനെ കണ്ടക്ട് ചെയ്യും. അതാണ് ഈ പറയുന്ന ചിത്രത്തിൽ. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ മാത്രം നമുക്ക് ഇവിടെ ഔട്ട്പുട്ട് കിട്ടുള്ളൂ. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടാവില്ല? ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടാവില്ല.
അപ്പൊ ഇവിടെ കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എങ്ങനത്തെയാണ്? പ്യുവർ DC ആയിരിക്കില്ല, പൾസേറ്റിംഗ് DC ആണ് കിട്ടുക. Let us try to analyze the above circuit by understanding few values which are obtained from the അപ്പൊ ഈ പറയുന്ന കാര്യമാണ് അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട്. നമുക്ക് നെഗറ്റീവ് ഹാഫ് സൈക്കിളിന്റെ ഔട്ട്പുട്ട് കിട്ടില്ല, കിട്ടുന്ന ഔട്ട്പുട്ട് എന്നത് പൾസേറ്റിംഗ് DC ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, ഇനി ഫുൾ വേ റെക്ടിഫയർ. ഈ ഹാഫ് വേ റെക്ടിഫയർ എന്ന് പറയുമ്പോൾ അതിന് കുറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട് കേട്ടോ. അതും എക്സാമിൽ ചോദിച്ചിട്ടുണ്ട്. എഫിഷ്യൻസി എത്രയാണ്, അതിന്റെ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്. അപ്പോൾ ഓരോ ടെർമിനോളജി നമ്മളിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നില്ല. പക്ഷെ ഇതൊക്കെ എന്താണെന്നുള്ളത് നമ്മൾ ക്ലാസ്സുകൾ തുടങ്ങുന്ന സമയത്ത് അത് വളരെ വ്യക്തമായി പറയും. ഇപ്പൊ നമ്മളൊരു സർഫസ് ലെവലിൽ എന്താണ് കാര്യം എന്നുള്ളത് മാത്രം ജസ്റ്റ് പറഞ്ഞു പോകുന്നുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഫുൾ റെക്ടിഫയറിന്റെ കാര്യങ്ങൾ നോക്കാം. ലാസ്റ്റ് ഇതെല്ലാം കൂടെ ടേബിളിലാക്കി ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു ടേബിൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും അതിൽ കിട്ടും. ഓക്കെ, അപ്പൊ ഫുൾ റെക്ടിഫയർ എന്ന് പറയുന്ന സമയത്ത് ഇവിടെ എന്ന് പറയുമ്പോൾ ഇറ്റ് റിക്വയർസ് മൾട്ടിപ്പിൾ ഡയോഡ്സ് ഫംഗ്ഷൻ ആൻഡ് ടു കൺസ്ട്രക്ട്. നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാനൊക്കെ ഒത്തിരി ഡയോഡ്സ് ഒന്നിലധികം ഡയോഡ്സ് നമ്മൾ ഇവിടെ ആവശ്യമാണ്. അപ്പൊ ഈ ഒരു പ്രോസസ്സിൽ നമ്മൾ AC into DC ആക്കിയിട്ടാണ് മാറ്റാം. AC വോൾട്ടേജിനെ DC വോൾട്ടേജ് ആക്കി മാറ്റുകയാണ് ചെയ്യുക. നമുക്കറിയാം ഇലക്ട്രിക്കൽ സർക്യൂട്ട്സ് എന്ന് പറയുന്നത് വിച്ച് കൺവേർട്ട് AC into DC are called. അതിനെ പറയുന്ന പേരാണ് റെക്ടിഫയേഴ്സ് എന്ന് പറയുന്നത്. ഫുൾ റെക്ടിഫയറിന്റെ കേസ് എടുക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് പോസിറ്റീവ് ഹാഫ് സൈക്കിളും അതുപോലെ തന്നെ നെഗറ്റീവ് ഹാഫ് സൈക്കിളും ഉണ്ട് അല്ലെ. ഈ പറയുന്ന ആൾട്ടർനേറ്റിംഗ് സിഗ്നലില് പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. ഈ രണ്ടെണ്ണത്തിന് റെക്ടിഫൈ ചെയ്യും. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ റെക്ടിഫൈ ചെയ്ത് നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടും, നെഗറ്റീവ് ഹാഫ് സൈക്കിളിന് നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടും. എഫിഷ്യൻസി ഓഫ് ഫുൾ റെക്ടിഫയർ എന്ന് പറയുന്നത് ആരിനെ വെച്ച് നോക്കുമ്പോൾ ഇരട്ടിയാണ്. നമ്മളുടെ ഹാഫ് റെക്ടിഫയറിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇരട്ടിയാണ് ഇതിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ റെക്ടിഫയേഴ്സ് ആണ് ഒരുവിധം എല്ലാ ഇലക്ട്രോണിക് ഡിവൈസുകളിലും നമ്മൾ ഉപയോഗിക്കുന്നത്. കാരണം ഇത് വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ വിത്ത്സ്റ്റാൻഡ് ഹൈ വോൾട്ടേജസ് ഓഫ് കറണ്ട് വിത്ത് ഇൻറ്റൻസ് പവർ ഉള്ളതിനൊക്കെ ഇതിന് എന്ത് ചെയ്യാൻ പറ്റും, വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള ഒരു കാപ്പബിലിറ്റി ആർക്കുണ്ട്, ഫുൾ റെക്ടിഫയറിനുണ്ട്. ഇനി ഫുൾ റെക്ടിഫയർ സർക്യൂട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം നമ്മൾ ഇങ്ങനെയാണ് ഫുൾ റെക്ടിഫയറിന്റെ സെന്റർ ടൈപ്പ് ആണ് കേട്ടോ. അത് ഫുൾ റെക്ടിഫയർ രണ്ടെണ്ണം ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പൊ അതിൽ സെന്റർ ടൈപ്പ് ആണ് നമ്മൾ ഈ പറഞ്ഞ് കാണിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിൽ നമുക്ക് ഈ പറയുന്ന ഒരു PN ജംഗ്ഷൻ ഡയോഡ് രണ്ടെണ്ണമാണ് നമ്മളുള്ളത്. ഒന്ന് മുകളിൽ കാണുന്ന ഡയോഡും താഴെ കാണുന്ന ഡയോഡും. അപ്പൊ ഇതാണ് നമ്മുടെ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നതിൽ സെന്റർ ടൈപ്പ് ആണ്. അതുകൊണ്ടാണ് ഈ സെന്ററിലാണ് നമ്മുടെ റെസിസ്റ്റർ വന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ റെസിസ്റ്റർ ഇങ്ങനെ നടുവിൽ കൂടെയാണ് വന്നിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് അതിന്റെ കറണ്ട് ഡയറക്ഷൻ വരുന്നത്. ഇങ്ങനെയായിരിക്കും. നമുക്കറിയാലോ ഡയോഡ് എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിലുള്ള കറണ്ട് പോകുക. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ കറണ്ട് ഡയറക്ഷൻ വരിക. അതുപോലെ തന്നെ ഈ ഡയോഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും കറണ്ട് വരിക. അപ്പൊ ഇതാണ് നമ്മളുടെ ഫുൾ റെക്ടിഫയർ. അപ്പൊ നമുക്ക് ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാ വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ ഇതിന്റെ വർക്കിംഗ് നോക്കുന്ന സമയത്ത് സെന്റർ ടൈപ്പ് ഫുൾ റെക്ടിഫയർ ആ ഫിഗറിൽ നമ്മൾ കണ്ടു. അപ്പൊ ഇവിടെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആവുന്ന സമയത്ത് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആവുന്ന സമയത്ത് എങ്ങനെ നമുക്ക് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഔട്ട്പുട്ട് കിട്ടും, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഔട്ട്പുട്ട് കിട്ടുന്നാണല്ലോ പറഞ്ഞത് അല്ലെ. അപ്പൊ നമ്മുടെ ഫിഗർ ഇങ്ങനെയാണല്ലോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ സെന്റർ ടൈപ്പിലെ ട്രാൻസ്ഫോമർ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രാൻസ്ഫോമർ. ഇതിൽ നമ്മുടെ രണ്ട് ഡയോഡ് നമുക്ക് ഉണ്ട് അല്ലെ. രണ്ട് ഡയോഡ് ഉണ്ട്, ഒരു റെസിസ്റ്റർ ഇവിടെ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് രണ്ട് പോയിന്റ് നമുക്ക് മാർക്ക് ചെയ്യാനായിട്ടുണ്ട്. ഒന്ന് എമ്മും മറ്റേത് N എന്നും പറഞ്ഞിട്ട് കേട്ടോ. അപ്പൊ ഇതിൽ നമുക്കൊരു പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിൾ നമ്മൾ അതായത് ഇൻപുട്ട് കൊടുക്കുകയാണ്. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ പോയിന്റ് M ഈ പറയുന്ന മുകളിലത്തെ പോയിന്റ് എന്ന് പറയുന്നത് താഴത്തേക്കാളും കുറച്ച് കമ്പാരിറ്റീവ്ലി എന്തായിരിക്കും, കുറച്ച് കൂടുതൽ പോസിറ്റീവ് ആവും. അപ്പൊ ഈ ഭാഗം കുറച്ച് കൂടുതൽ പോസിറ്റീവ് ആവും വിത്ത് റെസ്പെക്ട് ടു പോയിന്റ് N വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പൊ അങ്ങനെയാകുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് പറ്റും, ഡയോഡ് D1 എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ഡയോഡ് D1 എന്ന്, ഇതെന്ന് പറയുന്നത് ഡയോഡ് D2. അപ്പോൾ ഇവിടെ കൂടുതൽ പോസിറ്റീവ് ആവുന്ന സമയത്ത് അതെന്ത് പറ്റും, ഫോർവേഡ് ബയസ്ഡ് ആവും. അത് ഫോർവേഡ് ബയസ്ഡ് ആകുമ്പോൾ കറണ്ട് ഈ രീതിയിലേക്കായിരിക്കും പോവുക. അപ്പൊ ഇത് പോകുന്ന സമയത്ത് അപ്പൊ ഈ റെസിസ്റ്ററിന് അക്രോസ് ഉണ്ടാവും നമുക്കൊരു വോൾട്ടേജ് ഔട്ട്പുട്ട് നമുക്ക് കിട്ടും പോസിറ്റീവ് ഹാഫ് സൈക്കിളിന്റെ സമയത്ത്. ഓക്കെ, പോസിറ്റീവ് ഹാഫ് സൈക്കിളിന്റെ സമയത്ത് അപ്പൊ D1 ആയിരിക്കും അവിടെ വർക്ക് ചെയ്യുന്നുണ്ടാവുക. ഇനി നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആവുന്ന സമയത്തോ, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആവുന്ന സമയത്ത് താഴത്തെ N പറഞ്ഞ പോയിന്റ് ആയിരിക്കും കുറച്ച് കൂടുതൽ എന്തുണ്ടാവുക, പോസിറ്റീവ് ആവുക. ഓക്കെ, അപ്പൊ ആദ്യത്തെ ഹാഫ് സൈക്കിളിൽ ഇത് പ്ലസ് മൈനസ് പറഞ്ഞ് കൺസിഡർ ചെയ്യാം. രണ്ടാമത്തെ ഹാഫ് സൈക്കിൾ ആവുന്ന സമയത്ത് നേരെ തിരിച്ചായിരിക്കും. രണ്ടാമത്തെ ഹാഫ് സൈക്കിളിൽ എന്ത് പറ്റും, നേരെ തിരിച്ചായിരിക്കും. രണ്ടാമത്തെ ഹാഫ് സൈക്കിൾ ആവുന്ന സമയത്ത് ഇത് നെഗറ്റീവ് ഇത് പോസിറ്റീവ് എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യാം. അതായത് ഇത് നെഗറ്റീവ് പോസിറ്റീവ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ഇവിടെ കൂടുതൽ പോസിറ്റീവ് ആവുകയാണ് ചെയ്യുന്നത്. ഈ N പറഞ്ഞ ഈ ഭാഗത്തായിരിക്കും കൂടുതൽ പോസിറ്റീവ് ആവുക മറ്റേ ഭാഗത്തെ കമ്പയർ ചെയ്യുന്ന സമയത്ത്. എമ്മിനെ കമ്പയർ ചെയ്യുമ്പോൾ N ആണ് കുറച്ച് കൂടുതൽ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ പോസിറ്റീവ് ആവുക. അപ്പൊ അങ്ങനെ ആകുമ്പോൾ
ഈ ഡയോഡ് D1 ആയിരിക്കും അവിടെ എന്ത് സംഭവിക്കുക, ഫോർവേഡ് ബയസ്ഡ് ആവാം. ഡയോഡ് D1 എന്ന് പറയുന്നത് അവിടെ വർക്ക് ആവില്ല. കാരണം ഇതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അവിടെ കുറച്ച് കുറവ് വോൾട്ടേജ് ആയതുകൊണ്ട് ഇത് റിവേഴ്സ് ബയസ് ആവും. ഡയോഡ് D1 എന്ന് പറയുന്നത് റിവേഴ്സ് ബയസ് ആവും. ഡയോഡ് D2 എന്ന് പറയുന്ന സമയത്ത് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എന്ത് സംഭവിക്കും, ഫോർവേഡ് ബയസ്ഡ് ആവും. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് ഈ ഡയോഡ് D2 മാത്രമേ കണ്ടക്ട് ചെയ്യുള്ളൂ. അപ്പൊ ഈ രണ്ടാമത്തെ കണ്ടീഷനിൽ എന്ത് സംഭവിക്കും, ഡയോഡ് D2 കണ്ടക്ട് ചെയ്തിട്ട് ഇതിൽ കൂടെ കറണ്ട് ഫ്ലോ ഇങ്ങനെ പോകും. ഓക്കെ, ഇതിൽ കൂടെ കറണ്ട് ഫ്ലോ എന്ത് ചെയ്യും, ഇങ്ങനെ പോകും. അപ്പൊ നോക്കൂ, ഡയറക്ഷൻ സാധാരണ ഇങ്ങനെ വരേണ്ട സാധനം ഇവിടെ തല തിരിഞ്ഞിട്ടാ പോയിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് ഡയറക്ഷൻ മാറിയിട്ടുള്ള ഒരു കറണ്ടാണ് ഇവിടെ വരുന്നത്. അപ്പൊ അത് ഈ ഡയറക്ഷൻ മാറിപ്പോകുന്നത് കൊണ്ടാണ് നമ്മൾക്ക് എന്ത് സംഭവിക്കുന്നത്, പോസിറ്റീവ് ഹാഫ് സൈക്കിള് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ അതേ ഡയറക്ഷനിൽ തന്നെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഡയറക്ഷൻ മാറിയിട്ടാണ് കറണ്ട് ഫ്ലോ വരുന്നത്. അതുകൊണ്ടാണ് ഈ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ പോയിട്ട് എന്തായിട്ട് മാറുന്നത്, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ പോലെയായിട്ട് മാറുന്നത്. അപ്പൊ ഇവിടെ ഈ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ എന്ത് സംഭവിക്കും, ഡയറക്ഷൻ മാറിയിട്ട് നമുക്ക് കറണ്ട്, അപ്പൊ ഇതിന് ഈ റെസിസ്റ്ററിന് അക്രോസ് വീണ്ടും ഒരു വോൾട്ടേജ് വരും. അപ്പൊ ഈ ഒരു പ്രോസസ് എന്ന് പറയുന്നത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഇനി അടുത്തത് വീണ്ടും പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആകുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ഡയോഡ് D1 ആയിരിക്കും ആ M പറഞ്ഞ ഭാഗം, മുകളിലത്തെ ഭാഗമായിരിക്കും കുറച്ച് കൂടുതൽ പൊളാരിറ്റി പോസിറ്റീവ് ആയിട്ടുള്ള ഭാഗം വരിക അല്ലെ, കുറച്ച് കൂടുതൽ പോസിറ്റീവ് പൊളാരിറ്റി വരുന്ന മുകളിലായിരിക്കും. അപ്പോൾ ഡയോഡ് D1 അവിടെ എന്ത് ചെയ്യും, ഫോർവേഡ് ബയസ്ഡ് ആവും. ഡയോഡ് D1 കണ്ടക്ട് ചെയ്യും. ആ ടൈമിൽ ഡയോഡ് D2 കണ്ടക്ട് ചെയ്യില്ല. അപ്പൊ രണ്ടും കൂടെ ഒപ്പം എന്തായാലും കണ്ടക്ട് ചെയ്യില്ല അല്ലെ. അപ്പൊ ഒന്ന് ഫോർവേഡ് ആകുമ്പോൾ മറ്റേതായിരിക്കും റിവേഴ്സ് ബയസ് ആയിരിക്കും. അപ്പൊ ഇങ്ങനെ നമ്മൾക്ക് അതിന്റെ ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരുന്ന ചിത്രം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ AC ഇൻപുട്ട് വരുന്ന സമയത്ത് ഇതാണ് M എന്ന് പറഞ്ഞ പോയിന്റ്, ഇതാണ് N എന്ന് പറഞ്ഞ പോയിന്റ്. അപ്പൊ ആദ്യത്തെ കണ്ടീഷനിൽ എന്താണ്, ഈ പറയുന്ന പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആകുമ്പോൾ ഇങ്ങനെ വരാം, ഇത് പോസിറ്റീവും അപ്പൊ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ എന്താണ് കുറച്ച് നെഗറ്റീവ് ആയിട്ടുള്ള ഈ പ്ലസ് മൈനസ് ഇങ്ങനെ വരാം ആദ്യത്തെ M കണ്ടീഷനിൽ. അപ്പൊ ഇത് പ്ലസ് ഇത് മൈനസ്. അപ്പൊ ഇത് ഫസ്റ്റ് കണ്ടീഷനിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എന്ത് സംഭവിക്കും, D1 ആണ് ആദ്യം കണ്ടക്ട് ചെയ്യാം. അവിടെ D1 ഓൺ ആയിരിക്കും. അപ്പൊ D2 എന്തായിരിക്കും, അവിടെ ഓഫ് ആയിരിക്കും. ഓക്കെ, രണ്ടാമത്തെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആകുന്ന സമയത്ത് D1 എന്ന് പറയുന്നത് ഓഫ് ആയിരിക്കും. അവിടെ D2 ആയിരിക്കും എന്ത് ഉണ്ടാവുക, ഓൺ ആയി ഉണ്ടാവുക. പക്ഷെ രണ്ടാണെന്നുണ്ടെങ്കിലും ഇത് ഡയറക്ഷൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ആണ്, മറ്റേത് സെയിം ഡയറക്ഷനിൽ തന്നെ നമുക്ക് കറണ്ട് ഉണ്ടാവും. പക്ഷെ ഇവിടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഔട്ട്പുട്ട് കിട്ടിയത്. ഓക്കെ, അപ്പൊ when the negative half cycle of the input voltage is applied, the point M at the transformer secondary become negative with respect to the point N. ഇപ്പൊ നമ്മൾ പറഞ്ഞത്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഡയോഡ് D2 എന്ന് പറയുന്നത് forward biased ആവും. Hence the current I2 flows through the load resistor from A to B. We now have the positive half cycles in the output even during the negative half. അപ്പൊ ഇവിടെ എന്ന് വെച്ചാൽ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഔട്ട്പുട്ട് കിട്ടും, നമുക്ക് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഔട്ട്പുട്ട് കിട്ടും. ഇപ്പൊ ഇതാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് അല്ലെ. സെക്കൻഡ് സ്റ്റേജ് ആവുന്ന സമയത്ത് അത് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആവുന്ന സമയത്ത് ഇവിടെ നെഗറ്റീവ് ഇത് പോസിറ്റീവ് വരും. അപ്പൊ ഇത് ഫോർവേഡ് ബയസ്ഡ് ആണ്, D2 മാത്രമേ കണ്ടക്ട് ചെയ്യുള്ളൂ. അപ്പൊ ആ സമയത്ത് നമുക്ക് ഇങ്ങനെ D2 കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് കണ്ടോ നെഗറ്റീവ് ഹാഫ് സൈക്കിളിന്റെ ആ സമയത്ത് മാത്രം നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുള്ളൂ. മറ്റേത് തൊട്ട് മുമ്പത്തെ കണ്ടീഷൻ പറഞ്ഞ സമയത്ത് ഇങ്ങനെയാണ് ഔട്ട്പുട്ട് കിട്ടുക. അപ്പൊ രണ്ടാമത്തെ കണ്ടീഷനിൽ അതല്ലാത്ത ഭാഗത്തുള്ള ഔട്ട്പുട്ടും കിട്ടി. അപ്പൊ രണ്ടും കൂടി ക്ലബ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, ഫുൾ വേവ് റെക്ടിഫയറിലെ എല്ലാ സൈക്കിളും നമുക്ക് എന്ത് കിട്ടും, ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, അപ്പൊ ഇങ്ങനെ വരാം, എന്താണ് ഇൻപുട്ട് വരാം അല്ലെ. അപ്പൊ ഇത് ഇൻപുട്ട് ഇത് പ്ലസ് മൈനസ് പറഞ്ഞിട്ട് ഇങ്ങനെ ഇത് പോവും. അപ്പൊ ആദ്യത്തെ കണ്ടീഷനിൽ D1 ഓൺ ആവും. ഫസ്റ്റ് ഫോർവേഡ് ബയസ് ആവുന്ന സമയത്ത് അല്ലെ, ഫസ്റ്റ് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഇങ്ങനെ ഔട്ട്പുട്ട് കിട്ടും. സെക്കൻഡ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഇങ്ങനെ ഔട്ട്പുട്ട് കിട്ടും. രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ D1 ഓൺ ആവും, അപ്പൊ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ D2 ഓൺ ആവും, അപ്പൊ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. വീണ്ടും ഈ കാര്യം റിപ്പീറ്റ് ചെയ്യും, D1 D2 ഇങ്ങനെയായിരിക്കും നമുക്ക് എല്ലാ സൈക്കിളിലും എന്ത് കിട്ടും, നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. അപ്പൊ ഈ ഫിഗറിൽ നമുക്ക് മനസ്സിലായി ഔട്ട്പുട്ട് ഈസ് ഒബ്റ്റെയിൻഡ് ഫോർ, നമുക്ക് രണ്ട് ഹാഫ് സൈക്കിൾ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. വേറൊരു കാര്യം കൂടെ ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ നമുക്ക് എന്താണ് ബോത്ത് ഹാഫ് സൈക്കിൾ നമുക്ക് സെയിം ഡയറക്ഷനിലാണ് കറണ്ട് കിട്ടിയിരിക്കുന്നത് അല്ലെ. ഒന്ന് പോസിറ്റീവ് ആകുമ്പോൾ മറ്റേത് നെഗറ്റീവ് ആയിട്ടല്ല കിട്ടിയിരിക്കുന്നത് അല്ലെ. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ നമുക്ക് പോസിറ്റീവ് ആയിട്ട് നമുക്ക് കിട്ടി. അപ്പൊ രണ്ടും സെയിം ഡയറക്ഷനിൽ തന്നെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഔട്ട്പുട്ട് കിട്ടുന്നതാണ് വളരെ ഇമ്പോർട്ടൻ്റ് പോയിന്റ്. പക്ഷെ ഇതിന്റെ കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൊക്കേഷൻ ഓഫ് ഈ പറഞ്ഞ സെന്റർ ടാപ്പിംഗ് എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. ഏത് പോയിന്റ് നമ്മൾക്ക് ഇത് എടുക്കണം എന്നുള്ളത് ഡിഫിക്കൽട്ടാണ്. പിന്നെ ഇത് റേറ്റ് കൂടുതലാണ്. ഈ പറഞ്ഞ സെന്റർ ടാപ്പ് ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുമ്പോൾ റേറ്റ് കൂടും. DC ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ചെറുതായിരിക്കും. PIV ഓഫ് ദ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ഓഫ് ദ ഡയോഡ് എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് പറഞ്ഞാൽ എന്താണ്, മാക്സിമം റിവേഴ്സ് വോൾട്ടേജ് ഡയോഡ് ക്യാൻ വിത്ത്സ്റ്റാൻഡ് അല്ലേ. അപ്പൊ അങ്ങനെ ഡയോഡ് എത്രത്തോളം ഒരു റിവേഴ്സ് ബയസ് മാക്സിമം കൊടുത്തെങ്കിൽ എത്രത്തോളം അതിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് ഇവിടെ എന്ന് പറയുന്നത് കുറച്ച് കൂടുതലാണ്. ശരിക്കും കുറഞ്ഞിരുന്നാലോ കുറച്ചുകൂടി ബെറ്റർ.
അപ്പോൾ അതും കൂടെ നമുക്ക് ഇവിടെ ഒരു പ്രശ്നമായിട്ട് വരും. അപ്പം അതുകൊണ്ടാണ് ഇതിന് പകരം നമ്മൾ ബ്രിഡ്ജ് റെക്ടിഫയർ എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് എത്തുന്നത്. ഒന്നാമത് റേറ്റും കൂടുതലാണ്, PIVയും കൂടുതലാണ്. അപ്പം പിന്നെ ഈ പ്രശ്നമൊന്നും ഇല്ലാത്തൊരു പുതിയ റെക്ടിഫയർ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടാണ് ബ്രിഡ്ജ് ഫുൾ വേ റെക്ടിഫയർ വരുന്നത്. അതിൽ പറയുമ്പോൾ 4 ഡയോഡ് മാത്രം നമ്മൾ യൂസ് ചെയ്താൽ മതി. ഇതിൽ ഈ PIV എന്ന് പറയുന്നത് മുമ്പ് PSCക്ക് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. എന്താണ് PIV എന്നുള്ളതിനെ കുറിച്ച് അതിന്റെ ഒരു ഡെഫിനേഷൻ ചോദിച്ചിട്ടുണ്ട്. ദ മാക്സിമം വോൾട്ടേജ് ഡയോഡ് ക്യാൻ വിത്ത്സ്റ്റാൻഡ് ഇൻ റിവേഴ്സ് ബയസ് കണ്ടീഷൻ വിത്തൗട്ട് അണ്ടർഗോയിങ് ബ്രേക്ക് ഡൗൺ ആവാണ്ട് റിവേഴ്സ് ബയസ് കണ്ടീഷനിൽ എത്രത്തോളം നമ്മളുടെ ഒരു ഡയോഡിന് വോൾട്ടേജ് അതിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ പറയുന്ന പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത്. അത് മുമ്പ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ലാസ്റ്റ് ആയിട്ട് നമ്മുടെ ഈ പറയുന്ന ബ്രിഡ്ജ് ഫുൾ റെക്ടിഫയറിനെ കൂടെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ബ്രിഡ്ജ് റെക്ടിഫയറിനെ കുറിച്ച് നോക്കാം. ബ്രിഡ്ജ് റെക്ടിഫയർ എന്ന് പറയുന്നത് വിച്ച് ഈസ് എ ടൈപ്പ് ഓഫ് ഫുൾ റെക്ടിഫയർ വിച്ച് യൂസസ് 4 ഡയോഡ്സ് ടു ഫോം ഒരു ക്ലോസ് ലൂപ്പ് ബ്രിഡ്ജ് പോലെ 4 ഡയോഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് കണ്ടക്ട് ഇൻ പെയർസ് ത്രൂ ഈച്ച് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വിച്ച് ലീഡ്സ് ടു നോ പവർ വേസ്റ്റേജ്. ഈ പറയുന്ന സംഭവം പെയർ ആയിട്ടാണ് വർക്ക് ചെയ്യുക. മറ്റേന്ന് ഒരു ഡയോഡ് ഒരു ഹാഫ് സൈക്കിൾ ഒരു ഡയോഡ് വർക്ക് ചെയ്യുന്നത്. ഒരു ഒന്നുകിൽ D1 അല്ലെങ്കിൽ D2. ഇവിടെ അങ്ങനെയല്ല, 4 ഡയോഡുകളുണ്ട്. 2 എണ്ണം വീതമാണ് ഓരോ ഹാഫ് സൈക്കിളും വർക്ക് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ പവർ വേസ്റ്റേജ് ഒന്നും ഉണ്ടാവുന്നില്ല. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് റെക്ടിഫൈഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്നാണ് നമ്മൾ ആ ഒരു വോൾട്ടേജിന് പറയാം. ഇത് റെക്ടിഫയേഴ്സ് എന്ന് പറയുന്നത് മെയിൻലി യൂസ് ചെയ്യുന്നത് പവർ സപ്ലൈ പ്രൊവൈഡിങ് DC വോൾട്ടേജ് ഫോർ ഇലക്ട്രോണിക് ഡിവൈസസ് ടു ഫംഗ്ഷൻ. അതൊക്കെയാണ് അതിന്റെ പരിപാടികളെന്ന് പറയുന്നത്. It doesn't require any center tap over the secondary winding of the transformer. ഈ പറയുന്ന സെക്കൻഡറി വൈൻഡിങ് ഓഫ് ദ ട്രാൻസ്ഫോമറിൽ നമുക്ക് സെന്റർ ടാപ്പിന്റെ ആവശ്യം വരുന്നില്ല. അതാണ് ഇതിന് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഹിയർ നമുക്ക് നോക്കാം ബ്രിഡ്ജ് റെക്ടിഫയർ എന്ന് പറയുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ട്രാൻസ്ഫോമർ ഈസ് ഓൾവേസ് busy due to power supply to the both cycle all the time of the input AC. അതായത് രണ്ട് ഇൻപുട്ട് AC പോസിറ്റീവ് നെഗറ്റീവ് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ ബ്രിഡ്ജ് ഫുൾ വേ റെക്ടിഫയർ എന്ന് പറയുന്നത് വിച്ച് യൂട്ടിലൈസസ് 4 ഡയോഡുകൾ ബ്രിഡ്ജ് ആയിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് സെന്റർ ടാപ്പ് റെക്ടിഫയറോടെ അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ നമുക്ക് സെന്റർ ടാപ്പിങ്ങിന്റെ ആവശ്യം വരുന്നില്ല. ഡയോഡ് എന്ന് പറയുന്നത് D1, D2, D3, D4 ആണ്. അപ്പോൾ ഒരു ഹാഫ് സൈക്കിളിൽ 2 എണ്ണം ആണ് കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും. മറ്റേ ഹാഫ് സൈക്കിൾ അതുപോലെ 2 എണ്ണം കണ്ടക്ട് ചെയ്യും. അതിന്റെ ഫിഗർ എങ്ങനെയാണ് വരിക വെച്ചാൽ ഇങ്ങനെയാണ് വരിക. ഓക്കെ, അപ്പോൾ സർക്യൂട്ട് ഫോർ ദ ബ്രിഡ്ജ് റെക്ടിഫയർ എന്ന് പറയുന്നത് ഇങ്ങനെ ഇൻപുട്ട് കൊടുക്കുന്നു. ഇവിടെ നമുക്ക് ട്രാൻസ്ഫോമറിന്റെ ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന 4 ഡയോഡുകളും ഇവിടെ വരും. അപ്പോൾ നമ്മളിപ്പോൾ സപ്പോസ് ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആണെന്ന് വെച്ചോളൂ. ഇവിടെ നമുക്ക് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആകുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ഈ ഭാഗത്ത് പൊളാരിറ്റി കൂടുതലല്ല, ഇവിടെ പോസിറ്റീവ് ആയിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഏതൊക്കെ ഇവിടെ ഇത് പോസിറ്റീവ്, ഇവിടെ ഇങ്ങനെ പോസിറ്റീവ് ആണെങ്കിൽ പിന്നെ ഇത് ഇവിടേക്ക് പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ ഇത് ഫോർവേഡ് ഡയോഡ് D1 എന്ന് പറയുന്നത് ഫോർവേഡ് ബയസ്ഡ് ആവാൻ കണ്ടീഷൻ ഉണ്ട് അല്ലേ. ഇവിടെ പോസിറ്റീവ് ആകുമ്പോൾ ഇതും ഫോർവേഡ് ബയസ്ഡ് ആവാം, ഇതും ഫോർവേഡ് ബയസ്ഡ് ആവാം. അപ്പോൾ ബാക്കി 2 എണ്ണം എന്തായിരിക്കും, റിവേഴ്സ് ബയസ്ഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് അറ്റ് എ ടൈം നമുക്ക് 2 എണ്ണം എന്താണ് ഇവിടെ നമ്മൾക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ ഇപ്പൊ പറയാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഇൻപുട്ട് അല്ലെ, ഞാൻ പോസിറ്റീവ് നെഗറ്റീവ് മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. അപ്പൊ ഇതിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഡയോഡ് D1ഉം അതുപോലെ തന്നെ D3യും ചേർന്നാണ് നമുക്ക് ഔട്ട്പുട്ട് തരുന്നത്. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആവുന്ന സമയത്ത് എന്ത് പറ്റും, ഞാൻ വേറെ കളറിൽ ചെയ്യാം. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആവുന്ന സമയത്ത് ഇത് റിവേഴ്സ് ബയസ്ഡ് ആവും, ഇത് റിവേഴ്സ് ബയസ്ഡ് ആവും അല്ലെ. ഇത് ഇവിടെ നെഗറ്റീവ് ആകുമ്പോൾ ഇവിടെ നെഗറ്റീവ് ഉണ്ട്. അപ്പൊ ഇത് ഫോർവേഡ് ബയസ്ഡ് ആവും. ഫോർവേഡ് ബയസ്ഡ് അപ്പൊ D4ഉം D2 എന്തായിരിക്കും, ഫോർവേഡ് ബയസ്ഡ് ആവും. അപ്പൊ രണ്ടാമത്തെ കണ്ടീഷൻ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ D4ഉം D2 ആണ് എന്ത് ചെയ്യുന്നുണ്ടാവുക, നമുക്ക് കിട്ടേണ്ട ഔട്ട്പുട്ട് നമുക്ക്, അതായത് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ നമുക്ക് ഔട്ട്പുട്ട് തരുന്നത് അതായിരിക്കും. അപ്പൊ ഇതെങ്ങനെയാണോ കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ 4 ഡയോഡിന്റെ സഹായത്തോടുകൂടിയാണ് കിട്ടുന്നത്. അപ്പൊ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് നമ്മൾക്ക് എവിടെ കിട്ടും, ഈ റെസിസ്റ്ററിന് അക്രോസ് ആയിരിക്കും കിട്ടുക കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇതില്. അപ്പൊ അതിന് ഡീറ്റെയിൽ ആയിട്ട് പറയണ വർക്കിംഗ് എന്ന് പറയുന്നത് ഫുൾ വേവ് റെക്ടിഫയർ വിത്ത് 4 ഡയോഡ്സ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എന്ന് പറയുന്നത് ആ പോയിന്റ് തൊട്ട് മുമ്പ് പറഞ്ഞില്ലേ, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആവുന്ന സമയത്ത് ഈ പോയിന്റ് P എന്ന് പറയുന്നത് എന്തായിരിക്കും, പോസിറ്റീവ് ആകും വിത്ത് റെസ്പെക്ട് ടു ഇത് P പറഞ്ഞ പോയിന്റും താഴെ തന്നിരിക്കുന്നത് ഇവിടെ ഒരു ഡയോഡ് ഉണ്ട്, ഇവിടെ ഒരു ഡയോഡ് ഉണ്ട് അല്ലെ. അപ്പൊ ഇത് Q പറഞ്ഞ പോയിന്റ്. അപ്പൊ ഇതിൽ പോസിറ്റീവ് ആവും വിത്ത് റെസ്പെക്ട് ടു ക്യൂവിനെ വെച്ച് നോക്കുന്ന അത് പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ അങ്ങനെയാകുമ്പോൾ അത് D1ഉം D3യോടെ ഫോർവേഡ് ബയസ്ഡ് ആവും. പക്ഷെ D2ഉം D4ഉം റിവേഴ്സ് ബയസ്ഡ്. ഇപ്പൊ ചിത്രം വരച്ച് പറഞ്ഞ സെയിം കാര്യങ്ങൾ റിട്ടേൺ ആയിട്ട് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഈ 2 ഡയോഡ്സ് വിൽ ബി എന്തായിരിക്കും, അത് സീരീസ് വിത്ത് ലോഡ് റെസിസ്റ്റർ ആയിരിക്കും. ഓക്കെ,
ഇതാണ് ആ കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആവുന്ന സമയത്ത് ഈ രണ്ട് ഡയോഡും എന്തായിരിക്കും, ഫോർവേഡ് ബയസ്ഡ് ഡയോഡ് D1 ഫോർവേഡ് ബയസ്ഡും ഡയോഡ് D3 ഫോർവേഡ് ബയസ്ഡ് ആയിരിക്കും. ഈ രണ്ട് സാധനങ്ങളും നമ്മുടെ റെസിസ്റ്ററിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും സീരീസ് ആയിരിക്കും. അപ്പം നമുക്ക് ഇതിന് കറസ്പോണ്ടിങ് ആയുള്ള വോൾട്ടേജ് ഡ്രോപ്പ് എവിടെ കിട്ടും, Vout നമ്മൾക്ക് കിട്ടുകയാണ് ചെയ്യുക. അപ്പോൾ ഹാൻസ് ഡയോഡ് D1 D3 കൂടെ കണ്ടക്ട് ചെയ്യും പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ. അപ്പോൾ നമ്മൾക്ക് ലോഡ് റെസിസ്റ്റൻസ് അക്രോസ് നമ്മൾക്ക് ഒരു ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ ആസ് 2 ഡയോഡ് വർക്ക് ഇൻ ഓർഡർ ടു പ്രൊഡ്യൂസ്, ഈ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് 2 ഡയോഡ് വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ദ വോൾട്ടേജ് വിൽ ബി ട്വൈസ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് ദ സെന്റർ ടാപ്ഡ് ഫുൾ റെക്ടിഫയർ. ഓക്കെ, അപ്പോൾ വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും, വിച്ച് ഇസ് ട്വൈസ് ദ ഔട്ട്പുട്ട് വോൾട്ടേജിനേക്കാളും ട്വൈസ് ആയിരിക്കും വോൾട്ടേജ് ഓഫ് ദ, നമുക്ക് ഈ പറയുന്ന സെന്റർ ടാപ്പ് വോൾട്ടേജ് റെക്ടിഫയറിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ച് ട്വൈസ് ആയിട്ടായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് വരാം. അപ്പോൾ ദെൻ ദ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഓഫ് ദ ഇൻപുട്ട് സപ്ലൈ എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്നു. പോയിന്റ് P എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ് വിത്ത് റെസ്പെക്ട് ടു പോയിന്റ് Q. അപ്പൊ ആ ടൈമിൽ എന്ത് പറ്റും, അവിടെ D1 D3 റിവേഴ്സ് ബയസ് ആവും. ഇതൊക്കെ നമ്മൾ ആ ചിത്രത്തിൽ പറഞ്ഞ കാര്യം തന്നെയാണ് കേട്ടോ, അതിന് റിട്ടേൺ ആയിട്ട് ഇതിരിക്കുകയാണെ. അതുപോലെ D2 D4 ഫോർവേഡ് ബയസ്ഡ് ആവും. അപ്പോൾ ഈ ടൈമിൽ ഈ പറയുന്ന രണ്ട് ഡയോഡിൽ എന്തായിരിക്കും ലോഡ് റെസിസ്റ്റർ ആയിട്ട് അതായത് രണ്ടാമത്തെ കണ്ടീഷൻ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ D2 D4 എന്തായിട്ട് മാറും, ലോഡ് റെസിസ്റ്ററിന്റെ സീരീസ് ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ അങ്ങനെ അത് കണ്ടക്ട് ചെയ്യുമ്പോൾ അതിന്റെ കറസ്പോണ്ടിങ് ഉള്ള ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ അതിന്റെ ഫിഗർ ഇവിടെ താഴെ പറയുന്നുണ്ട്. ഇതാ ഇങ്ങനെ ചിത്രം. ഇപ്പൊ രണ്ടാമത്തെ കണ്ടീഷനിൽ ഇത് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആണല്ലോ. ഇപ്പൊ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആവുന്ന സമയത്ത് ഇതും മാത്രം D4 D2 മാത്രമേ കണ്ടക്ട് ചെയ്യുന്നുള്ളൂ. അപ്പൊ അതിന് വിത്തിൻ സീരീസ് വിത്ത് റെസിസ്റ്റർ ആയതുകൊണ്ട് ഈ Vout അക്രോസ് നമുക്ക് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ആയിരിക്കും കിട്ടുക. ഇത് രണ്ടും കൂടെ നമ്മളിനി മിക്സ് ചെയ്താണ്. അപ്പോൾ ഡയോഡ് D2 D4 കണ്ടക്ട് ചെയ്യും നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ, നമ്മൾക്ക് അങ്ങനെ ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് കറണ്ട് ഫ്ലോസ് ഇൻ ദ സെയിം ഡയറക്ഷൻ ആസ് ഡ്യൂറിംഗ് ദ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ. പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ അതേ ഡയറക്ഷൻ തന്നെയായിരിക്കും ഇതും ഉണ്ടാവുക. അപ്പോൾ ഇതിന്റെ വേവ് ഫോം എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും വരിക. അപ്പോൾ ഒന്നാമത്തേൽ D1 D3 ആയിരിക്കും, രണ്ടാമത്തേൽ അതായത് നമുക്ക് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്ന മുഴുവൻ D1 D3 സഹായത്തോടുകൂടിയാണ്, രണ്ടാമത്തേൽ D2 D4 സഹായത്തോടുകൂടി, രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക. അപ്പോൾ രണ്ട് ഡയോഡിന്റെ സഹായത്തോടെയാണ് ഓരോ ഔട്ട്പുട്ട് നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ അപ്പോൾ എന്താ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, ഔട്ട്പുട്ട് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫുൾ വേവ് റെക്ടിഫയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫിഗറിൽ നമുക്ക് മനസ്സിലായി ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. അതും എന്താണ്, രണ്ടും ഓരോ ഹാഫ് സൈക്കിൾ സെയിം ഡയറക്ഷനിലാണ് കിട്ടുന്നത് എന്നുള്ളതാണ് നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ അവിടെ നമുക്ക് സെന്റർ ടാപ്പിന്റെ ആവശ്യം വരുന്നില്ല, വലിയ ഇമ്പോർട്ടൻ്റ് അത്. അതുപോലെ DC ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് സെന്റർ ടാപ്പ് ഫുൾ വേവ് റെക്ടിഫയറിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഇത്തിരി ചോയ്സ് ആണ്. അതുപോലെ PIV എന്ന് പറയുന്നത് എന്താ ഗുണം വെച്ച് കഴിഞ്ഞാൽ മറ്റേതിന്റെ PIV എന്ന് പറയുന്നത് ഫുൾ വേവ് റെക്ടിഫയറിൽ സെന്റർ ടാപ്പഡ് ആണെന്നുണ്ടെങ്കിൽ PIV എന്ന് പറയുന്നത് 2 മാക്സിമം വോൾട്ടേജ് ആണെങ്കിൽ ബ്രിഡ്ജ് റെക്ടിഫയർ ആണ സമയത്ത് നമുക്ക് അത്രയും PIV വരുന്നില്ല, ജസ്റ്റ് അതിന്റെ പകുതി VM മാത്രമേ വരുന്നുള്ളൂ. അതാണ് ഇതിന് ഏറ്റവും വേറൊരു അഡ്വാൻറ്റേജ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഇപ്പോൾ PIV ഓഫ് ദ ഡയോഡ്സ് എന്ന് പറയുന്നത് ഓഫ് ദ ഹാഫ് വാല്യൂ ദാറ്റ് ഓഫ് ദ സെന്റർ ടാപ്പ് ഫുൾ റെക്ടിഫയർ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് അത് എന്താണ് കുറവായിരിക്കും. അപ്പോൾ ഡിസൈൻ ഓഫ് ദ സർക്യൂട്ട് ഈസ് ഈസിയർ വിത്ത് ബെറ്റർ ഔട്ട്പുട്ട്. ഓക്കെ, ഡിസൈൻ കുറച്ചുകൂടി ഈസിയാണ്, കാരണം ആകെ ഡയോഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഹാഫ് വേവ് റെക്ടിഫയറും ഫുൾ വേവ് റെക്ടിഫയറിലെയും കുറച്ച് പാരാമീറ്റേഴ്സിനെ കുറിച്ചിട്ടൊന്ന് ഡീറ്റെയിൽ നോക്കാം. അത് PS-ന്റെ ഇഷ്ടപ്പെട്ട മേഖലയാണ്. ആ ഒരു സ്ലൈഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാണാതെ പഠിക്കണം കേട്ടോ. അപ്പോൾ ആഫ്റ്റർ ഹാവിങ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള പാരാമീറ്റേഴ്സ് എല്ലാം എന്താണ് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ പറയാനുള്ള ടൈം നമുക്കില്ല. അപ്പോൾ ഇതിൽ ആ ഓരോ പാരാമീറ്റേഴ്സിന്റെ വാല്യൂസ് മാത്രം ജസ്റ്റ് ഒന്ന് പഠിച്ച് വയ്ക്കാം. ഇങ്ങനെയാണ് വരിക. നമുക്കിവിടെ ഹാഫ് വേവ് റെക്ടിഫയർ, ഫുൾ വേവ് റെക്ടിഫയർ രണ്ടെണ്ണമുണ്ട്, സെന്റർ ടാപ്പും ബ്രിഡ്ജും അല്ലേ. ഹാഫ് വേവ് റെക്ടിഫയർ ഒരു ഡയോഡേ ഉള്ളൂ, സെന്റർ ടാപ്പിന് 2 എണ്ണം ഉണ്ട്, ബ്രിഡ്ജ് ആണെങ്കിൽ 4 എണ്ണം ഉണ്ട്. ട്രാൻസ്ഫോമർ ടാപ്പിംഗ് വരുന്നത് ആകെ സെന്റർ ടാപ്പിന് മാത്രമേ ഉള്ളൂ. പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത് ഹാഫ് വേവ് റെക്ടിഫയറിന് VM ആണ്, അതിന്റെ ഇരട്ടി സെന്റർ ടാപ്പിനുണ്ട്. പക്ഷെ ബ്രിഡ്ജിന് പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പകുതി നമുക്ക് മതി, ശരിക്കും കുറഞ്ഞിട്ടാണ് PIV ഉണ്ടാവേണ്ടത്. പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജിന്റെ ഷോർട്ട് ഫോം ആണ് PIV. അല്ല, എഫിഷ്യൻസി എന്ന് പറയുന്നത് ഹാഫ് വേവ് റെക്ടിഫയറിന് 40.6%. നമ്മളിപ്പോൾ സ്ലൈഡ് 40.5 എന്നുണ്ട്. പൊതുവെ നമ്മുടെ ബുക്കുകളിൽ 40.6%, 40.5ഉം 40.6ഉം കാണാറുണ്ട്. പക്ഷെ കൂടുതലും വാലിഡ് ആയിട്ടുള്ളൊരു വാല്യൂ എന്ന് പറയുന്നത് 40.6 ആണ് കേട്ടോ. അപ്പോൾ 40.6ഉം അതിന്റെ ഇരട്ടി അല്ലെ, 40.6ന്റെ ഇരട്ടിയാണല്ലോ 81.2 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സെന്റർ ടാപ്പിന്റെ ഫുൾ വേവ് റെക്ടിഫയറിന് അത് രണ്ടിനും സെയിം എഫിഷ്യൻസി. ഫുൾ വേവ് റെക്ടിഫയറിന് മൊത്തം എഫിഷ്യൻസി 81.2 ആണ്. ആവറേജ് DC കറണ്ട് ഇതിന് വെച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ആവറേജ് DC കറണ്ടിന്റെ ഒക്കെ വാല്യൂ. അപ്പോൾ ആവറേജ് DC കറണ്ട് എന്ന് പറഞ്ഞാൽ ഹാഫ് റെക്ടിഫയറിന് IM/π ആണ്. IM എന്ന് പറഞ്ഞാൽ മാക്സിമം കറണ്ട് ആണ്, കറണ്ടിന്റെ വാല്യൂ ആണ് IM എന്ന് പറയുന്നത്. സെന്റർ ടാപ്പ് ആണെങ്കിൽ 2IM/π, ബ്രിഡ്ജ് റെക്ടിഫയർ ആണെന്നുണ്ടെങ്കിൽ 2IM/π ആണ്. DC വോൾട്ടേജ് ആണെങ്കിൽ ഈ IM പോലെ തന്നെയാണ് ഇത്, VM/π, 2VM/π, 2VM/π. RMS കറണ്ട് ആണെങ്കിൽ IM/2,
ഫുൾ വേ റെക്ടിഫയറിൽ IM/√. അത് രണ്ടും സെയിം വാല്യൂ ആണ്. റിപ്പിൾ ഫാക്ടർ എന്ന് പറയുന്നത് 1.21 ആണ് ഹാഫ് വേ റെക്ടിഫയറിലും. ബാക്കി രണ്ടെണ്ണത്തിന് 0.48 ആണ്. പിന്നെ ഔട്ട്പുട്ട് ഫ്രീക്വൻസി നമുക്ക് കിട്ടുന്നത് ഫുൾ വേ റെക്ടിഫയറിൽ FN പറഞ്ഞത് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. സെൻറ്റർ ടാപ്പിൾ ആണെന്നുണ്ടെങ്കിൽ 2FN ആണ്, ട്വൈസ് ഫ്രീക്വൻസിയാണ് വരിക രണ്ടെണ്ണത്തിൽ. ഓക്കെ, അപ്പൊ ഈ ഒരു ടേബിൾ കാണാതെ പഠിച്ചു വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് അതിൽ നമുക്ക് ബേസിക് ആയിട്ട് റെക്ടിഫയറിനെ കുറിച്ച് പറയാനായിട്ട്. അതിന്റെ കുറച്ച് അഡ്വാൻറ്റേജസ് പറയാനാണെന്നുണ്ടെങ്കിൽ വിച്ച് കൺവേർട്സ് AC to DC പവർ ഫോർ ഇലക്ട്രോണിക് ഡിവൈസിൽ AC to DC ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റുന്നു. എസെൻഷ്യൽ ഫോർ ബാറ്ററി ചാർജിങ് ഇൻ ഡിവൈസസ് ആൻഡ് ഇലക്ട്രിക്കൽ വെഹിക്കിൾസ്. അപ്പോൾ എന്ന് പറയുന്നത് ബാറ്ററി ചാർജിങ് ഡിവൈസുകളിൽ ബാറ്ററി ചാർജ് ചെയ്യാനും ഇലക്ട്രിക്കൽ വെഹിക്കിൾസ് ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ഇൻഡസ്ട്രിയൽ പ്രോസസ് ലൈക്ക് ഇലക്ട്രോപ്ലേറ്റിംഗ്, വെൽഡിംഗ് പോലുള്ള പ്രോസസ്സിനൊക്കെ നമുക്കത് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ വിച്ച് ഇനേബിൾസ് എഫിഷ്യൻറ്റ് HVDC പവർ ട്രാൻസ്മിഷൻ ഒരുപാട് ലോങ് ഡിസ്റ്റൻസസിലൊക്കെ എഫിഷ്യൻ്റ് ആയിട്ട് പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കാറുണ്ട്. പിന്നെ പ്രൊവൈഡ്സ് കൺട്രോൾഡ് ആൻഡ് സ്റ്റേബിൾ DC പവർ ഫോർ പ്രിസിഷൻ അപ്ലിക്കേഷൻസിനൊക്കെ നമുക്ക് അതൊക്കെ വളരെ പ്രിസിഷൻ അപ്ലിക്കേഷൻസിനൊക്കെ നമുക്ക് വളരെ കൺട്രോൾഡ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഔട്ട്പുട്ടേ അവിടെ പാടുള്ളൂ. എന്തെങ്കിലും ചെറിയ വേരിയേഷൻ വന്നാൽ അത് പോയി കിട്ടും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്ത് നിന്നിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇന്റഗ്രൽ ഇൻ റിന്യൂവബിൾ എനർജി സിസ്റ്റംസ് ഫോർ കൺവേർട്ടിംഗ് വേരിയബിൾ AC to DC ആക്കി മാറ്റാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ കോസ്റ്റ് എഫക്റ്റീവ് ആൻഡ് റിലയബിൾ ഫോർ എ വൈഡ് റേഞ്ച് ഓഫ് അപ്ലിക്കേഷൻസ് നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന റെക്ടിഫയർ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. കുറച്ച് ഡിസഡ്വാൻറ്റേജ് പറയാനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുറച്ച് കൺവേർഷൻ പ്രോസസ്സിലൊക്കെ ഹാർമോണിക്സ്, ഇലക്ട്രിക്കൽ നോയ്സ് ഒക്കെ അവിടെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് റിപ്പിൾ ഫാക്ടർ നമ്മൾ കണ്ടില്ലേ, അപ്പോൾ അതിലിങ്ങനെ ഔട്ട്പുട്ടിൽ റിപ്പിളൊക്കെ കുറയ്ക്കണമെങ്കിൽ ഒരു എക്സ്ട്രാ ഫിൽറ്ററിങ് കോമ്പണൻസ് നമുക്ക് ഇതിൽ എക്സ്ട്രാ ആഡ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് നഷ്ടമൊന്നുമില്ല, കാരണം കപ്പാസിറ്റർ ഒക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യണം, അപ്പോൾ വലിയ വിലയൊന്നും ആവില്ല കേട്ടോ. അതുപോലെ ലിമിറ്റഡ് ഇൻ ഹാൻഡ്ലിംഗ് ഹൈ പവർ ലെവൽസ് കമ്പയർഡ് ടു സം ഓൾട്ടർനേറ്റീവ് ടെക്നോളജീസ്. അതായത് നമുക്ക് എല്ലാ ടെക്നോളജിയും നമുക്കത് ഉപയോഗപ്പെടുത്താനായിട്ട് പറ്റില്ല. ചില ഇതിലൊക്കെ ആവുന്ന സമയത്ത് ഇതിന് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വേർഷൻസ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നുണ്ടോ. നോർമൽ റെക്ടിഫയർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്നേ ഉള്ളൂ. അല്ല, എഫിഷ്യൻസി ക്യാൻ ഡിക്രീസ് അറ്റ് പാർഷ്യൽ ലോഡ്സ് ഓർ വെൻ ഓപ്പറേറ്റിംഗ് അവേ ഫ്രം ദ ഡിസൈൻ കണ്ടീഷൻസ്. എഫിഷ്യൻസി എന്ന് പറയുന്നത് പാർഷ്യൽ ലോഡ്സിലൊക്കെ നമുക്ക് അവിടെ ചിലപ്പോൾ കുറയാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഇനീഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത് തുടക്കത്തിൽ നമുക്ക് കുറച്ച് ചിലവാകും ഇതിനൊരു എമൗണ്ട്. അതുപോലെ ചില റെക്ടിഫയേഴ്സ് റിലേറ്റീവ്ലി ലോവർ പവർ ഫാക്ടർ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ആ ഒരു പവർ എന്ന് പറയുന്നത് പുവർ ക്വാളിറ്റി പവർ ആയിരിക്കും നമുക്ക് ചിലപ്പോൾ ഔട്ട്പുട്ടിൽ കിട്ടുക. അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ വരും. മെയിൻ്റെനൻസ് മേ ബി റിക്വയർഡ്. പ്രത്യേകിച്ച് ഹെവി ഇൻഡസ്ട്രിയൽ അപ്ലിക്കേഷൻസിലൊക്കെ ആകുമ്പോൾ നമ്മളതിന് മെയിൻ്റെനൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പോസിബിലിറ്റി ഓഫ് ഹീറ്റ് ജനറേഷൻ റിക്വയറിംഗ് കൂളിംഗ് മെക്കാനിസം. ഹൈ പവർ റെക്ടിഫയേഴ്സിലൊക്കെ ആകുമ്പോൾ നമുക്കറിയാം ചെറിയൊരു ഡിവൈസ് വർക്ക് ചെയ്യുന്നു ഹൈ പവറിൽ വർക്ക് ചെയ്യുന്ന വ്യത്യാസം ഉണ്ടാവില്ല. ഹൈ പവറിലാകുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഹീറ്റ് ജനറേഷൻ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു കൂളിംഗ് മെക്കാനിസം ഒക്കെ നമ്മളോട് എക്സ്ട്രാ നമ്മൾ ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അതുപോലെ എൻവയോൺമെന്റൽ കൺസേൺസ് ഒക്കെ അതിലുണ്ട്. അപ്പോൾ സെർട്ടൻ ടൈപ്സ് ഓഫ് റെക്ടിഫയേഴ്സ് ചിലപ്പോൾ ഹസാർഡിയസ് മെറ്റീരിയൽസ് ഒക്കെ ആയിട്ട് മാറാം. ഈ എൻവയോൺമെന്റിന്റെ അതിനനുസരിച്ചിട്ട് വ്യത്യാസം വന്ന എന്തെങ്കിലും പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട് എന്ന് കരുതി ഈ ഡിസഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഈ റെക്ടിഫയർ നമുക്ക് ഉപയോഗപ്പെടുത്താതിരിക്കാൻ നമുക്ക് പറ്റില്ല. ഇതൊക്കെ ചെറിയ ചെറിയ ഡിസഡ്വാൻറ്റേജ് ആണ്. ഈ ഡിസഡ്വാൻറ്റേജിനൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന പുതിയ മെത്തേഡുകളും അവൈലബിൾ ആണ്. നമ്മൾ പറഞ്ഞില്ല, ഇപ്പോൾ റിപ്പിൾ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫിൽറ്റർ യൂസ് ചെയ്താൽ മതി. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോൾ ഹൈ പവർ റെക്ടിഫയറിലൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് നോർമൽ റെക്ടിഫയർ യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നല്ല കൺട്രോൾഡ് ആയിട്ടുള്ള വേറെ റെക്ടിഫയേഴ്സ് വേറെയുണ്ട്. ഇത് നമ്മൾ ബേസിക് ആയിട്ടുള്ള റെക്ടിഫയർ ആണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ അതല്ലാത്ത ടൈപ്പ് റെക്ടിഫയർ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇതിനൊക്കെയുള്ള സൊല്യൂഷൻസ് നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ ഹൈ ഇനീഷ്യൽ കോസ്റ്റ് ആണ്. ഇപ്പോൾ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ പറയുമ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ അതൊരു ഹൈ ഇനീഷ്യൽ കോസ്റ്റ് വരുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ്റെ ആ ഒരു ഉപയോഗം കൊണ്ട് നമ്മളത് ഉപയോഗിക്കാതിരിക്കില്ല അല്ലേ. അപ്പോൾ ഇനീഷ്യൽ കോസ്റ്റിൽ ഇത്തിരി പോയാലും കുഴപ്പമില്ല, കുറച്ച് മെയിൻ്റെനൻസ് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേ കാലം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താനായിട്ട് പറ്റും. അപ്പോൾ ഡിസഡ്വാൻറ്റേജ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇത് ഒരിക്കലും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇലക്ട്രോണിക് കോമ്പണന്റ് അല്ല റെക്ടിഫയർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി റെക്ടിഫിക്കേഷൻ സഹായിക്കുന്നത് ആരാണെന്ന് ചോദിച്ചിട്ടുള്ളത് ഡയോഡാണെന്നുള്ളത് കൂടെ ഒന്ന് ഓർത്ത്. അപ്പോൾ ഇതിന്റെ കുറച്ച് അപ്ലിക്കേഷൻസ് പറയാനാണെന്നുണ്ടെങ്കിൽ യൂസ്ഡ് ഫോർ പവറിംഗ് അപ്ലയൻസസ്. ആസ് വി ഓൾ നോ ഇലക്ട്രിക്കൽ അപ്ലയൻസസ് DC സപ്ലൈ വേണമല്ലോ ഫംഗ്ഷൻ ചെയ്യാനതിന് വേണ്ടി. അപ്പോൾ അതിന് നമുക്ക് ഈ പറയുന്ന അപ്ലയൻസുകളിലൊക്കെ പവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന റെക്ടിഫയർ ആവശ്യമാണ്. കാരണം ഇത് AC to DC ആക്കുന്നതുകൊണ്ട് നമ്മൾ പറഞ്ഞല്ലോ അല്ലേ, വരുന്നത് AC ആയിരിക്കും. ആ AC കൺവേർട്ട് ചെയ്ത് DC ആക്കിയാലേ നമ്മുടെ എക്യുപ്മെന്റ് വർക്ക് ആവുള്ളൂ. അതുപോലെ സോൾഡറിങ്ങിലും മോഡുലേഷനിലും ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ മോസ്കിറ്റോ റിപ്പലന്റ് പവർ ദ ലെഡ് ഫോർ ഫ്യൂംസ്. അപ്പോൾ അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസിന് റെക്ടിഫയർ ഉപയോഗിക്കാറുണ്ട്. വോൾട്ടേജ് മൾട്ടിപ്ലയർ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ആസ് നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ AC to DC പവർ കൺവേർഷൻ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. they are used to convert AC to DC voltage for appliances such as microwave ovens. ആ കൺവേർഷനൊക്കെ നമ്മളത്
ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അതേപോലെ ട്രാൻസ്ഫോമറിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ടു ഒബ്റ്റെയിൻ ഡിസൈഡ് വോൾട്ടേജ് ബൈ യൂസിങ് റെക്ടിഫയർ ഇൻ കോമ്പിനേഷൻ വിത്ത്, നമുക്ക് സ്റ്റെപ്പ് ഡൗൺ അല്ലെങ്കിൽ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ സഹായത്തോടു കൂടി റെക്ടിഫയറും കൂടി യൂസ് ചെയ്തിട്ട് നമുക്ക് വേണ്ട രീതിയിലുള്ള ഔട്ട്പുട്ട് നമ്മൾക്ക് കിട്ടും. അപ്പൊ അങ്ങനെ ഈ പറയുന്ന റെക്ടിഫയർ നമ്മൾ അതിന്റെ കോമ്പിനേഷൻ വെച്ച് നമ്മൾ ഉപയോഗിക്കാറുണ്ട് ട്രാൻസ്ഫോമർ സഹായത്തോടു കൂടി. അത് റേഡിയോ അപ്ലയൻസസിൽ റെക്ടിഫയേഴ്സ് എന്ന് പറയുന്നത് ഡിറ്റക്ടേഴ്സ് ആയിട്ട് അത് ഉപയോഗിക്കാറുണ്ട്. ബിക്കോസ് ഔട്ട്പുട്ട് കൺസിസ്റ്റ് ഓഫ് ഓഡിയോ സിഗ്നൽസ് ആണല്ലോ ഉണ്ടാവുക. മോഡുലേഷൻ, ഡീമോഡുലേഷൻ, പവർ സപ്ലൈസ്, അങ്ങനെയുള്ള പ്രോസസ്സിനൊക്കെ ആര് വേണം? ഇതിന്റെ സഹായം, റെക്ടിഫയറിന്റെ സഹായം നമ്മൾക്ക് കൂടിയേ തീരുള്ളൂ. ഓക്കെ, അപ്പോൾ അത്രയൊക്കെയാണ് നമ്മൾ ആ റെക്ടിഫയറിനെ കുറിച്ച് ബേസിക് ആയിട്ട് കുറച്ച് പഠിക്കാനായിട്ട് ഉള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സും മറ്റൊക്കെ നമ്മൾ ഇനി പ്രൊവൈഡ് ചെയ്ത് തുടങ്ങും. ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നു എന്നുള്ളൊരു അറിയിപ്പ് കിട്ടിയതുകൊണ്ട് തന്നെ നമ്മൾ എന്തായാലും അതിന്റെ ക്ലാസ്സുകൾ നേരത്തെ തന്നെ തുടങ്ങുന്നതായിരിക്കും. അപ്പം ഏണസ്റ്റ് അക്കാദമി 2019 മുതൽ ഈ പറയുന്ന ക്ലാസ്സുകളൊക്കെ കൊടുക്കുന്നുണ്ട്. ഒത്തിരി പേര് റാങ്ക് ലിസ്റ്റുകളിൽ ഇപ്പൊ തന്നെ ഇടം നേടി, ഒത്തിരി പേർക്ക് ജോലിയും കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കുറെ ടോപ്പേഴ്സിന്റെ ലിസ്റ്റാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇത് കുറച്ച് പേരേ ഉള്ളൂ. ഇതല്ലാതെയും ഇതിന്റെ താഴെയുള്ള റാങ്കുകാരൊക്കെ ഉണ്ട്. അപ്പൊ അതെല്ലാം കൂടെ നമുക്ക് ഇതിൽ ഒതുങ്ങാത്തോണ്ട് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് റാങ്കുകാരനെ മാത്രം ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. ഒത്തിരി പേര് ജോലിക്ക് ഇപ്പൊ തന്നെ കയറിയിട്ടുണ്ട്. അപ്പൊ ഏണസ്റ്റ് അക്കാദമിയിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അപ്പൊ ഈ നോട്ടിഫിക്കേഷൻ വരട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കേണ്ട, എത്രയും വേഗം തന്നെ ക്ലാസ്സുകളൊക്കെ പഠിച്ച് തുടങ്ങുക. നിങ്ങൾക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പറേഷൻസ് ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്തോളാം. മറ്റു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.